സോ എല്ലാവർക്കും സ്വാഗതം ഈ ഇനാഗുറൽ സെഷനിലേക്ക്. ആദ്യമായിട്ട് സ്വാഗതം പറയുന്നതോടൊപ്പം നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരും ആദ്യത്തെ കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്രൊഫഷണൽ ബാങ്കർ ആകുന്നതിന്റെ. JIB പാസ്സായി. ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഫോർ പാസിംഗ് JIB, which is a great thing, not an easy thing that you did, and the negative mark is not there, that you took advantage of that and you passed it, and this is another chance for you in CIB without a negative mark, so that it is if you put the same effort, definitely you will be passing CIB also in a single attempt. കാരണം ഈ ഡിസംബറിലെ എക്സാമിന് ഈ നവംബർ 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ CIB എക്സാം, അതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുപോലെ ഇൻഡിവിജ്വൽ പാസ് 45 മാർക്ക് മതി. അഗ്രിഗേറ്റ് 50 × 5 250 മാർക്സ് വേണമെങ്കിലും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് മിനിമം 45 മാർക്സ് മതി. ഈ രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ദാറ്റ് അത് നിങ്ങൾക്ക് മുതലാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാം. പിന്നെ IBSന്റെ ക്ലാസ്സുകൾ ജെയിംസ് സാറും മറ്റ് ഫാക്കൽറ്റീസ് എല്ലാവരും വളരെ എക്സലന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, റിട്ടയർഡ് ബാങ്കേഴ്സ്. ഇത് കൂടാതെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് 2011 ഈ IBS എന്ന സ്ഥാപനം തുടങ്ങിയതാണ്. 13 വർഷം കഴിഞ്ഞു. നല്ല ഒരു പാസ് പേഴ്സന്റെ ആണ്. നമ്മുടെ ഓരോ ബാങ്കിന്റെ ഓരോ ബ്രാഞ്ചിലും IBSന്റെ ഒരു സ്റ്റുഡന്റ് എങ്കിലും കാണും. നിങ്ങൾ ഓരോരുത്തരും നോക്കുക, നിങ്ങളുടെ കൂടെയുള്ള കൊളീഗ്സ് ആരെങ്കിലും IBSൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു AGM ലെവലിൽ വരെ IBSന്റെ സ്റ്റുഡൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നാളത്തെ ഫ്യൂച്ചർ MDയും RBI ഗവർണറും ഒക്കെ അല്ലെങ്കിൽ RBI ഡെപ്യൂട്ടി ഗവർണറൊക്കെ ആയിട്ട് നമ്മുടെ IBSന്റെ സ്റ്റുഡൻസ് എത്തിച്ചേരുന്ന ദിവസങ്ങൾ സമയം വിദൂരമല്ല. ആ രീതിയിൽ 13 വർഷം കൊണ്ട് വളരെയധികം ബാങ്കേഴ്സിനെ പ്രൊഫഷണൽ ആക്കിയ ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് സ്റ്റഡീസ്. അപ്പം ജെയിംസ് സാർ മറ്റ് ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഓരോരുത്തരും എല്ലാവരും വളരെ പ്രൊഫഷണലായിട്ട്, വളരെ ഭംഗിയായിട്ട്, വളരെ പങ്ക്ച്വലായിട്ട് പഠിപ്പിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് സ്റ്റഡീസിൽ CIB പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു കോച്ചിങ് ഇന്ന് ആവശ്യമാണ്. ഞാനൊക്കെ 40 വർഷം മുമ്പ് CIBക്ക് പഠിച്ചപ്പോൾ ബുക്ക് പോലും അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ സിറ്റീസിൽ മാത്രം ചില കടകളിൽ ബുക്കുകൾ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ പ്രിന്റ് തീരുകയും ചെയ്യും. വളരെ ബുദ്ധിമുട്ടി പല റിലേറ്റീവ്സും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അതും പോസ്റ്റിലൊക്കെ അയച്ചു തരികയാണ്. ഇന്നിപ്പോൾ അതെല്ലാം എല്ലാം ഫിംഗർ ടിപ്പിലാണ്. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ മുഴുവൻ കിട്ടാത്തൊന്നുമില്ല. അത് വേണമെങ്കിൽ പിന്നെ അതുപോലെ ഈ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയാണ്. സ്റ്റഡി മെറ്റീരിയൽ എവറിത്തിങ് സോഫ്റ്റ് കോപ്പി കിട്ടുന്നു. അപ്പോൾ പണ്ട് നമുക്കും ആ സൗകര്യങ്ങളില്ലായിരുന്നു. ഇന്ന് അഡ്വാൻസ് ആയി. പക്ഷെ ഇന്നിപ്പോൾ ഇതില്ലാതെ, എങ്കിലും കോച്ചിങ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. CIB ഫസ്റ്റ് ചാൻസ്, പ്രത്യേകിച്ച് ബാങ്കിലെ ജോലിയും നേച്ചറും എല്ലാം വെച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോച്ചിങ് ഇല്ലാതെ CIB ഫസ്റ്റ് ചാൻസിൽ എല്ലാ പേപ്പറും എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളിപ്പം IBSനെ സെലക്ട് ചെയ്തതിൽ ഐ കൺഗ്രാജുലേറ്റ് ഈച്ച് വൺ ഓഫ് യു. ഞാൻ കാനറ ബാങ്കിലെ DGM ആയിട്ട് 2021 റിട്ടയർ ആയി. അതിൽ 23 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു. ഞാൻ ബാങ്കിലുള്ളപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ ഈ ടൂൾസ്, സ്റ്റഡി ടൂൾസ്, പ്രോഗ്രാം ടൂൾസിനെ സവിശേഷത മനസ്സിലാക്കിയത്. ഇവിടുത്തെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്. IIBFന് 10% താഴെ മാത്രം റിസൾട്ട് ഉള്ളപ്പോൾ നമ്മുടെ IBSന് 40%-നും 60%-നും ഇടയ്ക്കാണ് എല്ലാ പരീക്ഷകൾക്കും റിസൾട്ട് കിട്ടുന്നത്. ഈ തവണ അത് 60 ക്രോസ് ചെയ്തിട്ടുണ്ട്. 100% റിസൾട്ടിനാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി കൂടുതൽ എഫേർട്സ് നമ്മൾ ഇടുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ മജോറിറ്റിയും. അങ്ങനെയായിരിക്കും നിങ്ങൾ JIB പാസ്സായി ഇവിടെ CIBക്ക് ജോയിൻ ചെയ്തത്. ഒരു 75% അല്ലെങ്കിൽ 60% അങ്ങനെ ഉള്ളവരാണ്. ബാക്കി 30 or 40 അല്ലെങ്കിൽ 25 പുതിയ കാൻഡിഡേറ്റ്സ് ആണ് IBSലേക്ക്. പഴയ ആൾക്കാരോട് എനിക്ക് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെക്കാളും അനുഭവസ്ഥരാണ്. ഈ ടൂൾസിന്റെ അഡ്വാൻറ്റേജ് ഞാനത് കാണുന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച് പ്രയോജനപ്പെടുത്തിയവരാണ്. പിന്നെ അപ്പം ഇതില് ടൂൾസ്, പിന്നെ ലൈവ് ക്ലാസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫീസ് കുറവാണെന്ന് പറയും, പക്ഷെ അവിടെ റെക്കോർഡ് ക്ലാസ് മാത്രമേ കൊടുക്കുള്ളൂ. ഇത് ലൈവ് ക്ലാസ് ആദ്യം തരുന്നു. അതിന്റെ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് തരികയാണ്. ഈ റെക്കോർഡ് ക്ലാസ് എക്സാമിന്റെ അന്ന് വരെ അല്ല എക്സാമിന്റെ തലേദിവസം വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അത് അവൈലബിൾ ആണ്. എപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു ഒരു സബ്ജക്റ്റിന്റെ ഒരു ചാപ്റ്ററിനെ കുറിച്ച്, അപ്പോൾ നിങ്ങൾ അതിൽ കയറുക. റെക്കോർഡ് ക്ലാസ് ഷെഡ്യൂൾ തരുന്നുണ്ട്. ആ ഷെഡ്യൂൾ നോക്കിയിട്ട് IBS വിജ്ഞാനിൽ കയറി റെക്കോർഡ് ക്ലാസ് വാച്ച് ചെയ്യും. യൂസർ ID തരും, പാസ്വേഡ് തരും. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് ക്ലാസ് അതൊരു ടൂളാണ്. അതിനുശേഷം റീഡിംഗ് മെറ്റീരിയൽ, നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ
റീഡിംഗ് മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ ഡെസ്പാച്ച് ചെയ്യുന്നു. ആ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ബാങ്കർ, റിട്ടയർഡ് ബാങ്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റി, മേ ബി PhD ഹോൾഡർ ഓർ റിട്ടയർഡ് പ്രൊഫസർ, ആ ഫാക്കൽറ്റി, സീനിയർ ഫാക്കൽറ്റി പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആണ്. അത് 2 റിട്ടയർഡ് ബാങ്കേഴ്സ് വെറ്റ് ചെയ്തതാണ്. അപ്പൊ 3 പേരുടെ കൈകളിലൂടെ 3 പേര് പരിശോധിച്ച ശേഷമാണ്, അല്ലെ പ്രിപ്പയർ ചെയ്തതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആ സ്റ്റഡി മെറ്റീരിയൽ ആണ് ഇത് തരുന്നത്. വളരെ കൺസൈസ് ആയിട്ടുള്ളത്, വളരെ റീഡബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ആണ്. അത് നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പൊ അത് പിന്നെ മാക്മില്ലൻ ബുക്കിന്റെ 1/3 കാണുകയുള്ളൂ. അവിടെ 600 പേജ് ആണെങ്കിൽ ഇത് ഒരു 200 പേജസ് ആയിരിക്കും. അങ്ങനെ കൺസൈസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അത് വളരെ റീഡബിൾ ആണ്. അപ്പം 3rd ടൂൾ അതാണ്. 4th ടൂൾ നമ്മുടെ MCQ, ചാപ്റ്റർ വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക, ബൈഹാർട്ട് പോലെ ആക്കുക. പിന്നെ ഉള്ള ഒരു ടൂൾ മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ഒരു 4 മോക്ക് ടെസ്റ്റ് മിനിമം തരും. 5 6 നിങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾക്ക് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങുക. ഒരു മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എബോവ് 60 സ്കോർ ചെയ്യാൻ, ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. അത് കഴിഞ്ഞ് 75 കൂടുതൽ കിട്ടിയാൽ ഡിസ്റ്റിങ്ഷൻ ആണ്, 60 കൂടുതൽ കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് ആണ്, 50 കൂടുതൽ മാർക്ക് അഗ്രിഗേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാണ്. ജസ്റ്റ് മിയർ പാസിംഗ് ആണ്. അപ്പോൾ നമുക്ക് പാസിന്റെ ആവശ്യമുള്ളൂ. കാരണം ഇൻക്രിമെന്റ് കിട്ടാനും CAB ഹോൾഡർ ആവാനും പാസ് മതി. പക്ഷെ നമ്മൾ ഏത് എക്സാമും പാസ്സാകുമ്പോൾ വിത്ത് ഡിസ്റ്റിങ്ഷൻ പാസ്സായി, അതല്ലെങ്കിൽ വിത്ത് ഫസ്റ്റ് ക്ലാസ് പാസ്സായി എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ സബ്ജക്റ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും, വർക്ക് എക്സ്പോഷർ കൂടുമ്പോഴേ. ബാങ്കിൽ വർക്ക് ചെയ്ത് അപ്പൊ അന്ന് നമുക്ക് തോന്നുന്നു, അന്ന് നമുക്ക് വിഷമിച്ച് 50 മാർക്കല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ 60ക്ക് ആദ്യം 70 എയിം ചെയ്യുക, ആദ്യം 60 കിട്ടുക, അല്ലെങ്കിൽ 90ക്ക് എയിം ചെയ്യുക. 95 96 മാർക്സ് സ്കോർ ചെയ്തവരുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ഈ കഴിഞ്ഞ മാസം നടന്ന പരീക്ഷകളിൽ. CABക്ക് തന്നെ എബോവ് 50 ഒത്തിരി പേര്, എബോവ് 60, എബോവ് 70, എബോവ് 80, അവസാനം 95 96 മാർക്സ് സ്കോർ ചെയ്തവരുണ്ട്. നല്ല പാസ് പെർസെന്റേജ് ആയിരുന്നു ലാസ്റ്റ് ഇയർ. നമ്മളൊരു ബുള്ളറ്റ് പോയിന്റ്സും കൂടെ ഇപ്പം ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒരു ടൂളായിട്ട്. ആ ബുള്ളറ്റ് പോയിന്റ്സിനും കുറച്ച് ടൈം, ഫുൾ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യരുത്, കുറച്ച് ടൈം ബുള്ളറ്റ് പോയിന്റ്സിനും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്തൊരു ടൂള് പിന്നെ ഇതാണ്, വാട്സപ്പ് അല്ലെങ്കിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വിത്ത് ഫാക്കൽറ്റി. ഓൾ ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ റെഡി ടു വ്യൂ ദ വാട്സപ്പ് ആൻഡ് ചാറ്റ് വിത്ത് യു ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും അപ്പൊ തന്നെ വാട്സപ്പിൽ ഇടുക, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റിയുടെ റിപ്ലൈ കിട്ടും. അങ്ങനെ അത് ക്ലാരിഫൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ടൂൾസ് എല്ലാം ഉപയോഗിച്ചാൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്ന ആവശ്യമായിട്ടുള്ള സാധനം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ബാങ്കറായിട്ട് മാറുകയാണ്. CAB ആയാൽ മാത്രമേ നമുക്ക് ബാങ്കറായി എന്ന് പറയാൻ പറ്റുള്ളൂ. CAB കിട്ടിക്കഴിഞ്ഞാലുള്ള കോൺഫിഡൻസ് അത് ഭയങ്കരമാണ്. വർക്കില് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങളുണ്ടാകുന്ന ഡൗട്ടുകൾ പറയും, ബാങ്കിങ്ങിനോടൊരു പാഷൻ ഉണ്ടാവും. കഴിഞ്ഞ ബാച്ചിനോട് ഞാൻ തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്, റെപ്പിറ്റേഷൻ ആയിരിക്കാം, എങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ കുറച്ച് പേര് ഉണ്ടല്ലോ ഇതിൽ. അപ്പം ഇത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് മോണിറ്ററി ബെനിഫിറ്റ് 3 ഇൻക്രിമെന്റ് ആണ് ഇപ്പം. ഓഫീസേഴ്സിന് 2 ഇൻക്രിമെന്റ്, 1 ഇൻക്രിമെന്റ് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2 ഇൻക്രിമെന്റ് ആയി. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് നല്ലൊരു എമൗണ്ട് ആണ്. റിട്ടയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഹ്യൂജ് സം നിങ്ങൾക്ക് ഈ ഇതിൽ തന്നെ കിട്ടും. പിന്നെ പെൻഷൻ ഉള്ളവർക്ക്, പെൻഷൻ ഓപ്റ്റ് ചെയ്തവർക്ക്, അല്ലെ പെൻഷൻ കിട്ടുന്നവർക്ക് അതിലും ഒരു ഫാക്ടർ ഉണ്ടായിട്ട് ഇത് കാണും. ടെർമിനൽ ബെനിഫിറ്റ്സിൽ ഇത് ഫാക്ടർ ആവും. അപ്പോൾ അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് ഭയങ്കരമായിട്ടുണ്ട്. ഇത് കൂടാതെ പിന്നെ നിങ്ങളുടെ ട്രാൻസ്ഫേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും CAB ഉള്ളയാളും ഇല്ലാത്തയാളും ഒരുമിച്ച് പ്രൊഫൈൽ അല്ലെങ്കിൽ ബയോഡാറ്റ നോക്കുമ്പോൾ ഉള്ളയാൾക്ക് നല്ല ബ്രാഞ്ച് അല്ലെങ്കിൽ നല്ല ഓഫീസ് അലോട്ട്മെന്റ് നാച്ചുറലി ഉണ്ടാവും, പിന്നെ കിട്ടും. പിന്നെ ഇത് കൂടാതെ സ്പെഷ്യലൈസ്ഡ് പോസ്റ്റിങ്ങുകൾ, എബ്രോഡ് പോസ്റ്റിംഗ്, അതുപോലെ ട്രഷറിയിലേക്കുള്ള പോസ്റ്റിംഗ്, അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റർ, ഇങ്ങനെ കമ്പാരിറ്റീവ്ലി പിന്നെ നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പോസ്റ്റിങ്ങുകൾ, അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ വിളിക്കുമ്പോൾ CAB ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ വൺസ് ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4 മാസം കൂടെ ടൈം ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ഇനാഗുറൽ സെഷനാണ്. അത് കഴിഞ്ഞ് 7-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഷെഡ്യൂൾ നോക്കി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. 4 മാസത്തിനകം നിങ്ങൾ പ്രൊഫഷണൽ ബാങ്കറായിട്ട് മാറുകയാണ്. ഡിസംബർ 14-ാം തീയതി നിങ്ങളുടെ എക്സാം 4 പേപ്പർ കഴിയും. പിന്നെ 5ാമത്തെ പേപ്പർ LQ പേപ്പർ 15-ാം തീയതി. ഡിസംബർ 15-ന് നിങ്ങൾ CAB ഹോൾഡേഴ്സ് ആയിട്ട് മാറും നിങ്ങൾ എല്ലാവരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെ അഡ്വാൻറ്റേജ് ഉള്ളത്, ഈ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് മാർക്ക് ഇല്ല, അതുപോലെ 45 മാർക്ക് മതി. ഇത് രണ്ടും ചിലപ്പോൾ അടുത്ത ജൂണിലെ എക്സാമിന് മാറ്റും.
നെഗറ്റീവ് മാർക്ക് വരും. അതുപോലെ ചിലപ്പോൾ 45 മാർക്ക് 50 തന്നെ വേണം എന്നുള്ള രീതിക്ക് വരും. കാരണം IIBF സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി കൂടുതൽ പഠിച്ചവരും ഒരു ക്വാളിഫൈഡ് ആയവരെ മാത്രം നോളജ് വൈസ് നോളജ് അറ്റൻഡ് ചെയ്തവരെ മാത്രം പ്രൊഫഷണൽ ആക്കിയാൽ മതി. കാരണം കോസ്റ്റ്ലി അഫെയർ ആണ്. ഇത് തരണം. പിന്നെ കൂടുതൽ അംഗീകാരങ്ങൾ, കൂടുതൽ പ്രൊമോഷൻസ്, സ്പെഷ്യലൈസ്ഡ് പോസ്റ്റിംഗ്സ് എല്ലാം തരേണ്ടവരാണ്. അതുകൊണ്ട് അവർ വെറുതെ CIB പാസ്സായി വന്നവർ പോരാ എന്ന് ബാങ്കേഴ്സ്. ഇത് ഗവേണിംഗ് കൗൺസിൽ ബാങ്ക് ഹെഡ്സ് ആണുള്ളത്. നിങ്ങൾക്കറിയാം, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഓഫ് വേരിയസ് ബാങ്ക്സ് ആണ് ഗവേണിംഗ് കൗൺസിലുള്ളത്. അപ്പൊ അവരുടെ എല്ലാ സജഷൻ മാനിച്ചുകൊണ്ടാണ് IIBF ഇയർ ബൈ ഇയർ എക്സാം ബൈ എക്സാം അത് ടഫ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത തവണ ഇതെല്ലാം എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ എക്സാം ടഫായിട്ട് മാറും. അപ്പൊ ഈ തവണ തന്നെ നിങ്ങൾ പാസ്സാവണം. ഈ 2 അഡ്വാൻറ്റേജുകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഈ തവണ IBS ഓഫർ ചെയ്യുന്നത്, അതായത് നമ്മൾ നേരത്തെ ഇത് ഒരു സെഷനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്, ഐദർ മോർണിംഗ് ഓർ ഈവനിങ്. ഇപ്പൊ ഈവനിങ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സെഷനിൽ 1-2 സെഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടുമായിരുന്നു. ഇപ്പൊ അത് ലിബറൽ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് 2 സെഷനും അറ്റൻഡ് ചെയ്യാം. നേരത്തെ കഴിഞ്ഞ ബാച്ച് ഇത് പഠിച്ചവർക്ക് ഇത് അറിയാം. രാവിലെയും രാവിലെ ഓപ്റ്റ് ചെയ്തവർക്ക് വൈകുന്നേരം അറ്റൻഡ് ചെയ്യാം, വൈകുന്നേരം ഓപ്റ്റ് ചെയ്തവർക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗും അല്ലെങ്കിൽ മോർണിംഗ് സെഷനും ഓരോ ദിവസവും എല്ലാ ദിവസവും അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഓപ്റ്റ് ചെയ്ത ഇതിൽ മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള സെഷൻസിൽ, ഓപ്റ്റ് ചെയ്യാത്ത സെഷനിൽ നിങ്ങൾ സൈലന്റ് സ്പെക്ടേറ്റർ ആയിരിക്കണം. അത് മാത്രം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, ഇന്ന് രാവിലെ പഠിപ്പിക്കുന്ന പേപ്പർ ആയിരിക്കില്ല വൈകിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലെ പഠിപ്പിച്ചിട്ട് ഇന്ന് രാവിലത്തെ ബാച്ചിലുള്ളത് നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ചക്കകം ആ ഷെഡ്യൂൾ നോക്കുമ്പോൾ അറിയാനും വേറെ ദിവസം അത് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും അതിന്റെ എല്ലാ മൊഡ്യൂൾസും എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് 2 പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ 2 ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റഡി മെറ്റീരിയൽ വായിക്കുക. അത് കഴിഞ്ഞ് അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക. പിന്നെ ഈ മോക്ക് ടെസ്റ്റുകൾ MCQയും പ്രാക്ടീസ് ചെയ്യുക, അല്ല വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഡൗട്ട് ഉള്ളത് ക്ലാരിഫൈ ചെയ്യുക വാട്സപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഡിസ്റ്റിങ്ഷൻ കിട്ടും എന്നുള്ളതിന് സംശയമില്ല. ഇനി അല്ലെങ്കിൽ തന്നെ 60 അബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 45 മാർക്സ് മതി. ഒരു പേപ്പറിന് 60 അബോവ് കിട്ടിക്കഴിഞ്ഞാൽ 2-3 പേപ്പറിന് 50 താഴെ പോയി 45 വരെ എത്തിയാലും അത് അതിൻ്റെ അകത്ത് മേക്കപ്പ് ആയിക്കോളും. അപ്പൊ ആവറേജിങ് ഉണ്ട്. അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ 4 പേപ്പറാണ് JIBക്ക് ഉണ്ടായിരുന്നത്. അതിന് 5 മോഡ്യൂൾ, അതിന് 4 അപ്പൊ 20 16 മോഡ്യൂൾസ് ആണ് നിങ്ങൾ JIBക്ക് പഠിച്ചത്. 10 ചാപ്റ്റർ ചെയ്ത് അങ്ങനെ 160 ചാപ്റ്റേഴ്സ് പഠിച്ചാണ് നിങ്ങൾ JIB പാസ്സായി ക്വാളിഫൈഡ് ആയിട്ട് CIBക്ക് വന്നിരിക്കുന്നത്. CIBക്ക് അതുപോലെ തന്നെ 4 പേപ്പറും പിന്നെ ഒരു എലക്റ്റീവും ആണ്. ആ 4 പേപ്പറിന് ഇതുപോലെ 4 മോഡ്യൂളും പിന്നെ ആ 4 മോഡ്യൂളിനും അങ്ങനെ 16 മോഡ്യൂളിനും 10 ചാപ്റ്റർ വെച്ച് 160 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ 5 എലക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. റൂറൽ ബാങ്കിങ്, സെൻട്രൽ ബാങ്കിങ്, HRM, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ്. ഇങ്ങനെ 5 എലക്റ്റീവ്സിന് ഒരു എലക്റ്റീവ് പേപ്പേഴ്സിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ റൂറൽ ബാങ്കിങ്ങിന് 4 മോഡ്യൂൾ, സെൻട്രൽ ബാങ്കിങ്ങിൽ 5, HRM 4 മോഡ്യൂൾ, റിസ്ക് മാനേജ്മെന്റിൽ 6 മോഡ്യൂൾ, IT ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ 4 മോഡ്യൂൾ. ഇങ്ങനെയാണ് മോഡ്യൂൾസിന്റെ കണക്ക്. അപ്പൊ അതിൽ വേറെ ഇപ്പം എലക്റ്റീവ് പേപ്പേഴ്സിന് കൂടുതൽ ചാപ്റ്റേഴ്സ് വേരി ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ്. ബാക്കിയുള്ളതിനെല്ലാം 10 ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ നിങ്ങളുടെ 4 പേപ്പറുകൾ അഡ്വാൻസ്ഡ് ബാങ്ക് മാനേജ്മെന്റ് ABM ആണ് ഫസ്റ്റ് പേപ്പർ. അതിന്റെ എക്സാം 24-ാം തീയതിയാണ്, നവംബർ 24. അതിൽ 4 മോഡ്യൂൾ സ്റ്റാറ്റിസ്റ്റിക്സ്, HRM, ക്രെഡിറ്റ് മാനേജ്മെന്റ്, കംപ്ലൈൻസ് ഇൻ ബാങ്ക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ 4 മോഡ്യൂൾസ് ആണ്. ഈ 4 മോഡ്യൂൾസ് നിങ്ങൾ പഠിക്കണം. അതിന്റെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ പഠിക്കണം. എല്ലാ ചാപ്റ്ററുകളും പഠിച്ച് എല്ലാ മോഡ്യൂളിലും ഒരു മോഡ്യൂളിന് ടഫാണെന്ന് വിചാരിച്ച് ലീവ് ചെയ്യരുത്. കാരണം ഇവിടെ ഇപ്പൊ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ 100 ക്വസ്റ്റിന് ആൻസർ ചെയ്യണം, 100 മാർക്കിന് ആൻസർ ചെയ്യണം. അപ്പോൾ കാരണം ആ 100 മാർക്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യം, ധൈര്യമായിട്ട് ആൻസർ ചെയ്യാം. പക്ഷെ അത് ഗസ് ചെയ്യുന്നത് തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യോ ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ വായിക്കുകയോ ചെയ്താൽ ആ ഗസ് ചെയ്യുന്നത് പോലും കറക്റ്റ് ആയിട്ട് വരും. ഒരു 60% ഗസ് ചെയ്യുന്നതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങളുടെ ഭാഗ്യത്തിന് കിട്ടും. അത് ആ അഡ്വാൻറ്റേജ് മുതലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ പേപ്പറും എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം, എല്ലാ മോഡ്യൂൾസും അറ്റൻഡ് ചെയ്യണം. ഓരോ മോഡ്യൂളിലെ ഓരോ ചാപ്റ്ററുകളും എല്ലാ ചാപ്റ്ററും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് പറ്റുമെങ്കിൽ 2 പ്രാവശ്യം 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 100-ൽ കൂടുതൽ അവേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് തുടങ്ങുന്ന ക്ലാസ് 7-ാം തീയതി തുടങ്ങുന്നു. അത് പിന്നെ നവംബർ വരെ 4 മാസം നിങ്ങൾ കിട്ടും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 24-ാം തീയതിയാണ് ആദ്യത്തെ എക്സാം. അപ്പോൾ 3.25 മാസവും പിന്നെയുള്ള എക്സാമിനൊക്കെ 4 മാസം നിങ്ങൾക്ക് ടൈം കിട്ടണം.
അപ്പോൾ 4 മാസം ടൈമുണ്ട്. ഒരു 120 മണിക്കൂർ, 110-120 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം, 110 മണിക്കൂർ. അപ്പോൾ പിന്നെ ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് സെക്കൻഡ് പേപ്പർ. ഫസ്റ്റ് പേപ്പർ ഞാൻ പറഞ്ഞു, അതിൽ ഇന്റർനാഷണൽ ബാങ്കിങ് ഉണ്ട്. 4 സബ്ജക്ട്സ് ആണ്: ഇന്റർനാഷണൽ ബാങ്കിങ്, റിസ്ക് മാനേജ്മെന്റ്, ട്രഷറി മാനേജ്മെന്റ്, ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്. അപ്പൊ 4 സബ്ജക്ട്സ് ആണ് BFM-ൽ പഠിക്കാനുള്ളത്. ഇതാണ് കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ള ഒരു പേപ്പർ. BFM-ന് നമ്മൾ ഇത്തവണ ഒരു മാരത്തോൺ ക്ലാസ് നടത്തിയിരുന്നു, ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ്. അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അപ്പം കാരണം അത് കുറച്ച് ടഫാണ്. പലരും അത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ട്രിവാൻഡ്രത്ത് നടത്തിയത്. അപ്പോൾ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് അത് പഠിച്ചിരുന്നു. പക്ഷേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, ഈസി ആയിട്ട് അതിന് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ പേപ്പർ അഡ്വാൻസ്ഡ് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ABFM. അതിൽ 4 മോഡ്യൂൾസ്. ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് പ്രോസസ് 1, അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ സെക്കൻഡ് B മോഡ്യൂൾ, C മോഡ്യൂൾ വാല്യുവേഷൻ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ആൻഡ് D മോഡ്യൂൾ എമർജിംഗ് ബിസിനസ് സൊല്യൂഷൻസ്. ഇത് കുഴപ്പമില്ല. ഈ 4 മോഡ്യൂൾസ് അതിന് 10 ചാപ്റ്റർ ചെയ്തുകൊണ്ട്. പിന്നെ പേപ്പർ 4 ബിസിനസ് റെഗുലേഷൻ ആൻഡ് ബാങ്കിങ് ലോസ്, BRBL. കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. മോഡ്യൂൾ A regulations and compliance, module B important acts and laws and legal aspects of banking operation part A, C important acts and laws and legal aspects of banking operation part B, and D commercial and other laws with reference to banking operations. ഇത്രയാണ് നിങ്ങളുടെ പേപ്പേഴ്സ്. 4 പേപ്പർ 4 മോഡ്യൂൾ വീതം. പിന്നെ ഇലക്ടീവ് പേപ്പർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ 4 മാസം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിലെ വർക്കുകൾ ചെയ്യുക. അത് ചെയ്തില്ലെങ്കിൽ അത് ബാങ്ക് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചോളൂ. അതിനെക്കുറിച്ച് പറയേണ്ട. നിങ്ങളുടെ കരിയറിൽ ഈ ഒരു 4 മാസം നോക്കിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഫാമിലിക്ക്, കുട്ടികൾക്ക്, പിന്നെ നിങ്ങളുടെ കരിയറിന്, നിങ്ങളുടെ പ്ലേസ്മെന്റിന്, പ്രൊമോഷൻസിന് എല്ലാത്തിനും ഹെൽപ്പായിരിക്കും. ഞങ്ങളൊക്കെ അത് എൻജോയ് ചെയ്ത്, ഞാൻ ക്ലർക്കായിട്ട് കയറി DGM ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. CAB അന്ന് പാസ്സായതുകൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനത് പറയുന്നത്. അപ്പോൾ ഈ ടൂൾസ്, IBS നിങ്ങൾക്ക് തരുന്ന ഈ ടൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയുന്നു. പിന്നെ മാത്രമല്ല, IBS-ന് 100% റിസൾട്ട് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഈ തവണയും നമ്മൾ കഴിഞ്ഞ കൊണ്ടത്തേക്കാർ എഫർട്ട് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് അതിൻ്റെ അത് വേണം. പിന്നെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡൻസ് ഒക്കെ കുറഞ്ഞു വരാറുണ്ട്. പക്ഷേ ഇത്തവണ അത് സംഭവിക്കരുത്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് റെക്കോർഡ് ക്ലാസ് നോക്കുക. സ്ട്രേറ്റ് അവേ പോയി റെക്കോർഡ് ക്ലാസ് നോക്കാതെ വാച്ച് ചെയ്യാതെ അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, റെക്കോർഡഡ് ക്ലാസ്സസ് വാച്ച് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽ നന്നായിട്ട് ഹോളിഡേയ്സിൽ വായിക്കുക. നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് MCQയും വർക്കൗട്ട് ചെയ്യുക. പിന്നെ വാട്സപ്പിൽ ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ഒരു പ്രൊഫഷണൽ ബാങ്കറായിട്ട് ഡിസംബർ 15-ാം തീയതി എത്തണം. IBS-ന് അഭിമാനിക്കാനായിട്ട് 100% റിസൾട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരണം. IBS-ന് സമ്മതിക്കണം. അപ്പം ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. James sir. Thank you, Ganesh sir. Okay. Good evening all. Good evening, Ganesh sir, Biju and Hari. Good evening, sir. My dear bankers. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഈവനിങ്ങിൽ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന്. ബിക്കോസ് നിങ്ങൾ IBS സെലക്ട് ചെയ്തു CAB പാസ്സാവുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. പക്ഷേ ഈ എക്സാമിനെ കുറിച്ച് ഒരു ബ്രോഡായിട്ടുള്ള കാര്യങ്ങൾ ഗണേഷ് സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ. ഞാൻ 10 വർഷമായിട്ട് IBS-ൽ ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല CAB-ക്ക് BFM-ൻ്റെ 2 മൊഡ്യൂൾ ഞാൻ എടുക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബാങ്കിങ്ങും ട്രഷറി മാനേജ്മെൻറ്റും. നിങ്ങൾക്കറിയാം 5 പേപ്പറാണ് CAB-ക്കുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് എക്സാമിൻ്റെ പോർഷനിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും പാറ്റേണിലാണെങ്കിലും ഒക്കെ IIBF ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾ JB പാസ്സായിട്ട് ഇപ്പോൾ CAB-ക്ക് വരുമ്പോൾ JB ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല. ബിക്കോസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മൾ ഒരു ബിഗിനറാണ്. ബാങ്കിങ്ങിൻ്റെ ഒരു ബാങ്കറുടെ ഒരു ഫസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം പോലെ ഒരു ബിഗിനർ എക്സാം നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ വരുന്നത് ഇറ്റ്സ് എൻ അഡ്വാൻസ്ഡ് വൺ. എല്ലാം അഡ്വാൻസ്ഡ് ആണ്. എല്ലാം മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയ ടോപ്പിക്കാണ്.
ഈ 5 പേപ്പറിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഞാൻ കാണുന്നത് ABM ആൻഡ് BFM ആണ്, ഈ 2 പേപ്പർ. അന്നേരം എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതിന് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് നമുക്കൊരു ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. വിനേഷ് സാർ പറഞ്ഞു തന്നു, ടോപ്പിക്ക് വളരെ എലാബറേറ്റ് ആണ്. ഓൾമോസ്റ്റ് 10 ചാപ്റ്റേഴ്സ് വെച്ച് ഓരോ മൊഡ്യൂളിനും ഉണ്ട്. എല്ലാ മൊഡ്യൂളിനും 10 ഇല്ല, ചിലതിന് 10 ഉണ്ട്, ചിലതിന് 8, 7, 6 അങ്ങനെയാണ്. 4 മൊഡ്യൂൾ എല്ലാ പേപ്പറിനും ഉണ്ട്. സോ ABM-ന് 4 മൊഡ്യൂൾ, BFM-ന് 4 മൊഡ്യൂൾ, അങ്ങനെ 20 മൊഡ്യൂളാണ് നിങ്ങൾക്കുള്ളത്. ഇതിനകത്ത് നമ്മൾ ഓരോ പേപ്പറുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ABM കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫാണ്, കുറച്ച് പ്രിപ്പയർ ചെയ്തെങ്കിലേ അത് പാസ്സാകത്തുള്ളൂ. BFM-ലേക്ക് വരുമ്പം അത് കുറച്ചുകൂടെ ടഫാണ്. കുട്ടികൾ കൂടുതൽ പേര് തോൽക്കാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണ്. ബിക്കോസ് ഈ പേപ്പറിൽ 4 മൊഡ്യൂൾ, 1 ഇന്റർനാഷണൽ ബാങ്കിങ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സാണ്. അന്നേരം സാധാരണ ഒരു ചെറിയ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കർക്ക് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡെസ്കിൽ വർക്ക് ചെയ്യുന്നതിനോ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനോ ഉള്ള അവസരം ഉണ്ടായില്ല. അന്നേരം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് അവിടെ ആബ്സല്യൂട്ട്ലി 0 ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ്. എഗെയിൻ ഇതെല്ലാം ഹെഡ് ഓഫീസാണ് ചെയ്യുന്നത്. റിസ്ക് മാനേജ്മെന്റ് പാർട്ടെല്ലാം ഓരോ ബാങ്കിന്റെ ഹെഡ് ഓഫീസാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ നമുക്ക് ആസ് എ ബാങ്കർ നമ്മുടെ ബ്രാഞ്ച് എക്സ്പീരിയൻസിൽ യാതൊരു സാധ്യതയും ഈ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റിൽ എക്സ്പോഷർ കിട്ടില്ല. നെക്സ്റ്റ് ഈസ് ട്രഷറി മാനേജ്മെന്റ്. അതും ഇതേപോലെ ഹെഡ് ഓഫീസിലാണ് ട്രഷറി മാനേജ്മെന്റും നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പേപ്പർ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്. അന്നേരം എല്ലാം മാനേജ്മെന്റാണ്. ഇവിടെ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റും ഒരു വലിയ അഡ്വാൻസ് ഒക്കെ ഉള്ള ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന അഡ്വാൻസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ബാലൻസ് ഷീറ്റ് അനാലിസിസ് ഒക്കെ ചെയ്തു തരും. അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ചിലപ്പോൾ ബാലൻസ് ഷീറ്റ് കുറച്ചൊക്കെ പരിചയം ഉണ്ടാവും. പക്ഷേ ഓൾ ടുഗദർ ഈ 4 മൊഡ്യൂളും ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അന്നേരം ആദ്യം നമുക്ക് വേണ്ടത് ഇനി അടുത്ത പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ തേർഡ് പേപ്പർ എന്ന് പറയുന്നത് ബാങ്കിങ് ലോ ആൻഡ് ബിസിനസ്, ബാങ്കിങ് റൂൾ ആൻഡ് ബിസിനസ് ലോ ആണ്. അല്ല, അതിനു മുമ്പ് ABF, അഡ്വാൻസ്ഡ് ABFM ഉണ്ട്. ABFM-ഉം കമ്പാരിറ്റീവ്ലി പാസ്സാകാൻ അത്ര ബുദ്ധിമുട്ടില്ല. BRBL-ലും പാസ്സാകാൻ എളുപ്പമാണ്. റീറ്റെയിൽ ബാങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം. 5 ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ ഞാൻ IT എടുക്കാം. HR മാൻ ആണെങ്കിൽ MBA ഒക്കെ കഴിഞ്ഞാൽ HR എടുക്കാം. അതല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിങ്ങോ അങ്ങനെയുള്ള അവരവരുടെ ചോയ്സ് ഉള്ള പേപ്പർ എടുക്കാം. അതും പാസ്സാകാനായിട്ട് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ നമ്മൾ ഈ IABF-ന്റെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു ഡെഫിനറ്റ് പാറ്റേൺ ആയിട്ട് IABF പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ സീസൺ തൊട്ട് മുമ്പ് നടന്ന എക്സാമിനേഷനിൽ അവർ തിയറിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിന് മുൻപായിരുന്നെങ്കിൽ അവർ ന്യൂമറിക്കൽ കേസ് സ്റ്റഡീസ് ഒക്കെ വളരെയധികം ചോദിച്ചിരുന്നു. അന്നേരം നിങ്ങൾ എഴുതാൻ പോകുന്ന നവംബർ ഡിസംബറിൽ ഇവരുടെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ യാതൊരു മാർഗമില്ല. ദറ്റ് ഈസ് നമ്പർ 1. അന്നേരം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആക്കുക, തിയറി നന്നായിട്ട് പഠിക്കുക, വളരെ എല്ലാ മൊഡ്യൂളും ഒരു പേപ്പറിന്റെ ഒരു മൊഡ്യൂൾ നിങ്ങൾ വിടാൻ പാടില്ല. എല്ലാ മൊഡ്യൂളും പഠിച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് ടഫായിട്ട് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ടഫായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു MBA-കാരനോ ഒരു സയൻസ് ഗ്രാജുവേറ്റിന് ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് ചിലപ്പോൾ വിഷമമായിട്ട് തോന്നും. അങ്ങനെ നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. യു ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ദാറ്റ് പർട്ടിക്കുലർ പേപ്പർ. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു മൊഡ്യൂളും നമ്മൾ ലീവ് ചെയ്യാൻ പാടില്ല. കാരണം 50 സാറ് പറഞ്ഞു നിങ്ങൾക്ക് 50 മാർക്ക് മതി. 50 എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആണ്. മിനിമം 45 മാർക്ക് മതി ഇഫ് യു ആർ പാസിംഗ് ഇൻ എ സിംഗിൾ അറ്റംപ്റ്റ്. ഈ 5 പേപ്പറും ഒരൊറ്റ അറ്റംപ്റ്റിലാണ് നിങ്ങൾ പാസ്സാകുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 45ന്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതല്ല കമ്പാർട്ട്മെന്റൽ പാസിംഗ് ആണെങ്കിൽ അത് കിട്ടില്ല. നിങ്ങൾക്കറിയാം JABക്ക് എഴുതുന്നതൊക്കെ. ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീപ്പ് ഇൻ ടു ദാറ്റ്. അന്നേരം ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഈ ടോപ്പിക്കിനെ കുറിച്ച്, ഈ CAB എക്സാമിനെ കുറിച്ച്, ഇതിലെ കണ്ടന്റിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. നമ്പർ 2, നിങ്ങൾ ഇതിന് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തും, നമുക്ക് ജയിക്കുക എന്നുള്ളതാണ്. ഡിസംബർ 15 ആകുമ്പം നിങ്ങളൊരു CAB ആകണം, ഒരു CAB ഹോൾഡർ ആകണം, ഒരു CIBN ആകണം. അന്നേരം ഇതുവരെയുള്ള ഒരു ബാങ്കർ നിങ്ങളുടെ ബ്രാഞ്ചിൽ 10-15 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 1-2 പേരെ കാണത്തുള്ളൂ CAB പാസ്സായവർ. ബാക്കിയുള്ളവരെല്ലാം JB അല്ലെങ്കിൽ എഴുതാത്തവർ, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. അന്നേരം ഇവിടെ IABF-ഉം IBA-യും വളരെയധികം ഇമ്പോർട്ടൻസ് ഈ എക്സാമിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സാമിൻ്റെ ലെവല് അവർ കൂട്ടിയത്, സ്റ്റാൻഡേർഡ് അവർ കൂട്ടിയത്, ഒരു പ്രൊഫഷണൽ ടച്ച് എക്സാമിന് കൊണ്ടുവന്നത്. അതിനോടൊപ്പം തന്നെ ഓഫീസേഴ്സിന് 2 ഇൻക്രിമെൻ്റ് സെറ്റിൽമെൻറ്റും വന്നു. അന്നേരം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം IBA-യും
IIBFും വളരെയധികം ഇമ്പോർട്ടൻസ് ഈ CIB എക്സാമിന് കൊടുക്കുന്നുണ്ട്. അന്നേരം അതിന് നിങ്ങൾ ഒരു CIB പാസ്സാകാത്ത ഒരാളും CIB പാസ്സായ ഒരാളും തമ്മിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണം, വ്യത്യാസം കാണണം. നിങ്ങളൊരു പ്രൊഫഷണൽ ബാങ്കർ ആകണമെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് തറവാക്കണം. നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പോയി എങ്ങനെയെങ്കിലും ഒരു 45-50 മാർക്ക് വാങ്ങി പാസ്സായതുകൊണ്ട് കാര്യമില്ല. സബ്ജക്റ്റ് പഠിക്കുക, കോൺസെപ്റ്റ് പഠിക്കുക, ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാകുക, എന്നിട്ട് എക്സാമിനേഷനെ ഫേസ് ചെയ്യുക. അന്നേരം അതിന് വേണ്ടത് നമ്പർ 1 നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. നമ്പർ 2 ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കണം. അന്നേരം നമുക്ക് ഇവിടേക്ക് എത്തണം. എന്താണ് ഇതിനുള്ള ടൈം ടേബിൾ നിങ്ങളുടെ മുന്നിലുണ്ട്. 24th നവംബറിലാണ് ഫസ്റ്റ് പേപ്പർ ABM. നിങ്ങൾക്ക് ഒരു വീക്കുണ്ട് BFM എഴുതാനായിട്ട്, വീണ്ടും ഒരു വീക്കുണ്ട് ABFM എഴുതാനായിട്ട്. അതേസമയം അവസാനത്തെ 2 പേപ്പറിന് ഗ്യാപ്പില്ല, സാറ്റർഡേ സൺഡേ ആയിട്ടാണ് വരുന്നത്. അന്നേരം അങ്ങനെ വരുമ്പോൾ ആ റീറ്റെയിൽ ബാങ്ക് എലക്റ്റീവ് പേപ്പറിന് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസത്തെ സമയം കിട്ടുന്നുള്ളൂ. അന്നേരം അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. പേപ്പറെല്ലാം അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇനി രണ്ടാമത് ഹാർഡ് വർക്ക്. സക്സസിന് വേറെ ഒരു സൊല്യൂഷനും ഇല്ല, വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. എക്സാമൊക്കെ അടുക്കാറാകുമ്പോൾ ചില കുട്ടികളൊക്കെ ചോദിക്കും, സാറേ എന്താണ് ഒരു ഷോർട്ട് കട്ട്, ഈ എക്സാം പാസ്സാകാനായിട്ട് എന്താ ഷോർട്ട് കട്ട്? എൻ്റെ അഭിപ്രായത്തിൽ ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മിയർ ഹാർഡ് വർക്ക്, അതിന് നമ്മൾ തയ്യാറായിരിക്കണം. നിങ്ങളിപ്പോൾ IBSൽ ജോയിൻ ചെയ്തു, നവംബറിൽ എക്സാം എഴുതാൻ നിങ്ങൾ തയ്യാറെടുത്തു. എന്നിട്ട് ഇനിയുള്ള ഈ 3-3.5 മാസം ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ടൈം. ഈ 3.5 മാസം എന്ന് പറയുന്നത് ഫോർഗെറ്റ് അബൌട്ട് ഓൾ അതർ മിസ്ലേനിയസ് ആക്ടിവിറ്റീസ്. അതായത് നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക. ബാങ്കിൽ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഫുൾഫിൽ ചെയ്യുക. പക്ഷേ സ്റ്റേ ബാക്ക് ചെയ്യാൻ, അതായത് ഒരുപാട് സമയം ബാങ്കിൽ ചിലവാക്കുന്ന ആ ഒരു ഹാബിറ്റ് അടുത്ത 3.5 മാസത്തേക്ക് നിങ്ങൾ ഒഴിവാക്കുക. അവരവരുടെ ജോലി തീർക്കുക, പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരിക. അതുപോലെ നമ്മുടെ ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സും പരമാവധി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അന്നേരം ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സിലബസ് വളരെ വാസ്റ്റാണ്. ചില പോർഷൻസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. പക്ഷെ എന്നാൽ കൂടി നമുക്ക് പ്രയാസം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉള്ള പേപ്പറിൽ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതിനെന്താ വേണ്ടത്? അതിനൊരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ് വേണ്ടത്. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. അടുത്ത 3.5 മാസം ഈ ഫോർഗെറ്റ് അബൌട്ട് ഓൾ അതർ തിങ്സ്. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരൊറ്റ ഗോളേ ഉള്ളൂ, ഒരൊറ്റ എയിമാണ്. എന്താണത്? അത് CIB. എന്നിട്ട് ഈ CIB പാസ്സാവാനായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഫോർ എക്സാമ്പിൾ 7th ക്ലാസ് തുടങ്ങുക, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിനുശേഷം ആ പേപ്പർ പോർഷൻ പിന്നെ നിങ്ങൾ നോക്കുന്നതേ ഇല്ല. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2ാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന വിചാരിക്കുക, നമുക്ക് കണ്ടിന്യൂ കിട്ടത്തില്ല. ഇവിടെയാണ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അന്നേരം ഒരു ക്ലാസ് നിങ്ങൾ മോർണിംഗ് സെഷൻ അല്ലെങ്കിൽ ഈവനിങ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ അത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തണം അടുത്ത ക്ലാസ്സിന് പോകുന്നതിന് മുൻപായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്നേരം 1.5 മണിക്കൂറിൻ്റെ ഒരു സെഷനാണ്. 1.5 മണിക്കൂറിൻ്റെ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് സെഷൻ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിർബന്ധിക്കില്ല. കാരണം 9:30 അല്ലെങ്കിൽ 10 o'clock സെഷൻ എൻഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു മാക്സിമം 1 മണിക്കൂർ അങ്ങനെ നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ 11 o'clock യു ക്യാൻ നമ്മുടെ മതിയാക്കാം. ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ, മിനിമം ഈ ക്ലാസ് കൂടാതെ ഏറ്റവും കുറഞ്ഞത് ബെയർ മിനിമം 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. അതായത് ഓൺലൈൻ ക്ലാസ് കൂടാതെ മിനിമം 2 hours ഇതിനുവേണ്ടി മാറ്റിവെക്കണം. അതുകൂടാതെ ഹോളിഡേയ്സ് ആൻഡ് സാറ്റർഡേ സൺഡേസ് ഈ ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. കാരണം ഇത് ഒരുപാട് ടഫാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇത് ഈസി അല്ല. നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് നമുക്ക് കൊണ്ടുവരാം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, ഞാൻ 2 മണിക്കൂർ ഒരു ദിവസം പഠിക്കുമെന്ന് വെച്ചു. പക്ഷേ എന്നാലും നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, എക്സിജൻസീസ് വരും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുന്നു, അല്ലെങ്കിൽ അസുഖം വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് വരുന്നു. നമ്മളത് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കുക. പക്ഷേ എന്ന് കരുതി ഒഴിവാക്കാൻ പറ്റാത്ത ഫങ്ഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പക്ഷേ ആ പോകുന്ന സമയം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ 2 hours ഒരു ദിവസം സെറ്റ് ചെയ്താൽ, ഒരു ഗോൾ സെറ്റ് ചെയ്താൽ ആ 2 hours പഠിക്കണം. അതാണ് നമ്മുടെ ഡിറ്റർമിനേഷൻ. അതായത് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്
ചെയ്യണം. നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ സെറ്റ് ചെയ്ത് 2 മണിക്കൂർ പഠിക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഡേ പറയാം നാളെ മുതൽ പഠിച്ചു തുടങ്ങാം, നാളെ ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ, 3.5 മാസം നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് ഡേ 1 മുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട് ഇത് കൊണ്ടുപോകണം. അറ്റ് ദ സെയിം ടൈം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് 3.5 മാസം കഴിഞ്ഞ് നിങ്ങൾ എക്സാമിലേക്ക് പോകുന്നത്. അന്നേരം പല പേപ്പറും പല ടോപ്പിക്കും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പുതിയ ടെർമിനോളജിയും പുതിയ കോൺസെപ്റ്റും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ തലയിലേക്ക് കയറുന്നത്. അന്നേരം അത് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവത്തില്ല. അത് പലയാവർത്തി വായിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നേരം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ വേണം. അറ്റ് ദ സെയിം ടൈം ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇത് കഴിയും, ആ കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാവണം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുക. BFM-ന് 72, 78 മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ചിലപ്പം ഇതിനകത്തിരിക്കുന്ന പല കാൻഡിഡേറ്റ്സും ബാങ്കേഴ്സും സീനിയേഴ്സ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ 45+ ആയിരിക്കാം. പക്ഷേ എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഒരു ക്ലാസിക് എക്സാമ്പിൾ, ഈ തൊട്ടു മുന്നിലത്തെ എക്സാമിനേഷന് 58+ ആയിട്ടുള്ള ഒരു മാഡം സ്റ്റേറ്റ് ബാങ്കിലെ AGM ആണ്. ആൻഡ് ഷീ അപ്പിയർഡ് ഫോർ ദിസ് എക്സാമിനേഷൻ. എന്നെ എക്സാമിന് മുമ്പ് വിളിച്ചു. എനിക്കിങ്ങനെ ഒരു പാഷൻ, എനിക്ക് ഈ CAB പാസ്സാകണം. 27 വർഷത്തിന് മുമ്പാണ് JAB പാസ്സായത്. എനിക്ക് ഈ എക്സാം പാസ്സാകണം. എന്താണ് എക്സാം, പിന്നെ ടഫാണോ? ഷീ ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് ദ മോണിറ്ററി ബെനിഫിറ്റ്. കാര്യം മോണിറ്ററി ബെനിഫിറ്റ് അവർക്ക് ഇനി വളരെ കുറവ്, 1.5 വർഷമേ അവർക്ക് ബാക്കിയുള്ളൂ. അന്നേരം മോണിറ്ററി ബെനിഫിറ്റ് അല്ല, ഷീ ഹാസ് ഗോട്ട് എ ഡിസയർ, എനിക്ക് പാസ്സാകണം. ആ ആറ്റിറ്റ്യൂഡാണ്. ഞാനത് റിയലി ഐ അപ്രീഷിയേറ്റ്. ആൻഡ് ഷീ ഡൗട്ടൊക്കെ എൻ്റെ അടുത്ത് പല BFM-ൻ്റെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെയും ട്രഷറിയുടെ ഒക്കെ ഡൗട്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. ഷീ അപ്പിയേർഡ്. ആദ്യത്തെ പേപ്പറിന് ഷീ ഗോട്ട് 52, ഭയങ്കര ഹാപ്പിയായി, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ പേപ്പർ BFM വന്നു. BFM-ന് ഷീ കുഡ് ഗെറ്റ് ഓൺലി 46. എന്നെ വിളിച്ചു, ഞാനിവിടെ മതിയാക്കാൻ പോവാണ്, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട്, നിങ്ങൾക്ക് ടൈമുണ്ട്, എഴുതുക, 46 ഉണ്ടല്ലോ, അടുത്ത പേപ്പർ എഴുതുക. നെക്സ്റ്റ് പേപ്പർ എഴുതി ABFM, അതിന് 49, വീണ്ടും ടഫായി. സോ ഷീ സെഡ്, എനിക്ക് തോന്നുന്നില്ല പറ്റുന്നത്. ഞാൻ പറഞ്ഞു, ഐ ഗേവ് എ കോൺഫിഡൻസ്, ധൈര്യമായിട്ട് എഴുതുക, അടുത്ത 2 പേപ്പർ നിങ്ങൾക്ക് എളുപ്പമാണ്. അടുത്ത പേപ്പർ BR and BL എഴുതിയപ്പോഴോ 62. ആൻഡ് എലക്റ്റീവ് പേപ്പർ HRM സെലക്ട് ചെയ്ത് ഷീ ഗോട്ട് 70. സോ 58+ ആയ ഒരു കാൻഡിഡേറ്റിന് ഒരു സിംഗിൾ സിറ്റിങ്ങിൽ ഈ 5 പേപ്പറും വളരെ കൺവിൻസിങ് ആയിട്ട്, ആ 2 പേപ്പർ മാത്രമേ ഉള്ളൂ 50 താഴെ വന്നത്, ബട്ട് ഷീ കുഡ് ക്ലിയർ ഇറ്റ്. സോ അന്നേരം ഏജ് ഇസ് എ നമ്പർ. ഇത് ഹൈലൈറ്റ് ചെയ്യണം ഞാൻ പറയുന്നത്. പല കുട്ടികളും പറയും, എനിക്ക് 45 വയസ്സായി, 48ആയി, 50ആയി, എനിക്ക് മെമ്മറി പവർ ഇല്ല, ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ഒരു എക്സ്ക്യൂസേ അല്ല. ഏജ് ഇസ് എ നമ്പർ. അതെനിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്ത് റീഇറ്ററേറ്റ് ചെയ്യാനുള്ളത്. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും എനിക്ക് അവിടേക്ക് എത്തണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. അന്നേരം വേണ്ട കാര്യങ്ങൾ, ഗോൾ സെറ്റ് ചെയ്യുക, ഹാർഡ് വർക്കിംഗ്, കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ, ഒരൊറ്റ ക്ലാസ് മിസ്സാവാതിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഒറ്റ ക്ലാസ് മിസ്സാവാതിരിക്കുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ എങ്കിലും അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് അറ്റൻഡ് ചെയ്യുക. ആൻഡ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് ഇമ്പോസിബിൾ അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് നോട്ട് വെരി ഈസി ഓൾസോ. സോ ഗോ അഹെഡ്, വി ആർ വിത്ത് യു. IBS നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് IBS തരുന്നുണ്ട്. ഗണേഷ് സാർ അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു. ബട്ട് മേക്ക് യൂസ് ഓഫ് ദ ഫെസിലിറ്റീസ്. ഐ ഡൗട്ട് എത്ര പേര് ഇത് മേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഫാക്കൽറ്റീസ്, അതായത് പോർഷൻ്റെ, അതായത് മൊഡ്യൂളിൻ്റെ എക്സ്പെർട്ടൈസ് ആണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ്. അന്നേരം ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഏതർ ഒരു വോയിസ് ക്ലിപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ അങ്ങനെ ക്ലിയർ ചെയ്തിട്ട്, ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുക. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചിലപ്പം ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഈ 1.5 മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് സ്ട്രെച്ച് ചെയ്താൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവിടെയും എവറി ടൈം വി യൂസ് ടു ഗിവ് സം ടൈം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 5 to 10 minutes നമ്മൾ തരുന്നുണ്ട്. ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ബട്ട് അതർവൈസ് യു ക്യാൻ യൂസ് ദ വാട്സാപ്പ് ഗ്രൂപ്പ്. അത് വളരെ കുറച്ച് പേര് യൂസ് ചെയ്യുന്നുള്ളൂ. എമംഗ് യുവർ സെൽഫ് യു ക്യാൻ യൂസ് ഇറ്റ്. അതാണ് മറ്റൊരു കാര്യം. ഈ നെറ്റ്വർക്കിംഗ്
മീറ്റിംഗ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് മെമ്പേഴ്സിന് തമ്മിൽ ഇത് ഇൻട്രാക്ട് ചെയ്യാം, അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, ഷെയർ ചെയ്യാം നോളജ്. ഇല്ലെങ്കിൽ ഫാക്കൽറ്റി നിങ്ങളുടെ അടുത്ത് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അന്നേരം ഈ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ടൈം മാനേജ്മെന്റ്. അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എക്സാമിനും ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കുട്ടികൾ മിസ്സാവുന്നത് 1 മാർക്കിലും 2 മാർക്കിലും ഒക്കെയാണ്. അന്നേരം നിങ്ങൾ ഇപ്പം IBSന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പോയി എക്സാം എഴുതിയാലും ഒരു ബുക്കൊക്കെ വായിച്ച് എഴുതിയാലും നിങ്ങൾക്ക് ഒരു 40, 42, 43, 44 മാർക്കൊക്കെ കിട്ടും. അതല്ല നമ്മുടെ ക്രൂഷ്യൽ 1 മാർക്കൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 49 മിസ്സായ കുട്ടികളുണ്ട്. 49 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ. അന്നേരം ആ 1 മാർക്ക് 2 മാർക്കാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അന്നേരം ഒറ്റ സിറ്റിങ്ങിൽ പാസ്സാവണം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. പേപ്പർ വളരെ ഈസി ആയിട്ട് പോകും. പിന്നെ ഗണേഷ് സാർ പറഞ്ഞു ഈ ഫെസിലിറ്റീസ് IABFന്റെ നെഗറ്റീവ് മാർക്കിങ്ങും അതുപോലെ മിനിമം 45 എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവരെടുത്തു കളയും. ഇത്തവണ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ഏർലിയർ ദി ബെറ്റർ. ഇത്തവണ തന്നെ നിങ്ങൾ ഈ നവംബർ ഡിസംബറിൽ തന്നെ ഈ എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. വി ആർ വിത്ത് യു. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. Thank you, James sir. Thank you, James sir, for all the directions given to our candidates. തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും. വളരെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ ഇതാണ് നിർദ്ദേശങ്ങളും ഇതാണ് ഡയറക്ഷൻസും ആണ്. തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യുന്നുള്ളതിന്റെ സംശയമില്ല. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ വേറൊരു കഴിഞ്ഞ ഈ തവണ ഒരു പ്രത്യേകത, ഈ തവണ നമ്മുടെ കൂടെ ചീഫ് ജനറൽ മാനേജർ CABക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ചീഫ് ജനറൽ മാനേജർ ബാംഗ്ലൂരാണ് ജോയിൻ ചെയ്തത്. അദ്ദേഹം ഏപ്രിലിൽ റിട്ടയർ ചെയ്യുകയാണ്. 25 ഏപ്രിലിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് CAB പാസ്സാവും. മാത്രമല്ല ഞാനും അവിടെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്താൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കാണ്, അപെക്സ് കോപ്പറേറ്റീവ് ബാങ്ക്, കർണാടക സ്റ്റേറ്റ്, ബാംഗ്ലൂർ. ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. 24 പേര് അവിടെ JABക്ക് ജോയിൻ ചെയ്തു, 2 പേര് CAB. അപ്പം അത് കൂടാതെ ഇനി അദ്ദേഹം ബ്രാഞ്ചുകളിലെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോവാണ്. CAB കമ്പൽസറി ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പം അതിന്റെ കൂടാതെ കാനറ ബാങ്കിൽ ഒരു ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സീനിയേഴ്സ് ആണ്. പിന്നെ ഈ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി കയറുന്നവര് സ്കെയിൽ 4 ആയിട്ടോ സ്കെയിൽ 3 ആയിട്ടോ റിക്രൂട്ട്മെന്റ് കിട്ടി പോകുന്നവര് ചിലപ്പം സ്കെയിലിൽ 6ഉം 7ഉം ഒക്കെ ആകുമ്പോഴായിരിക്കും CAB പാസ്സായില്ല എന്നുള്ള ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിമൈൻഡ് ചെയ്യുമ്പോൾ. അപ്പം അവരൊക്കെ ഇപ്പം എഴുതാനായിട്ട് CAB അപ്പിയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാരണം പിന്നെ IABFും IBAയും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ബാങ്കുകളുടെ എല്ലാ ബാങ്കുകളിലും ഗവേണിംഗ് കൗൺസിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതായത് അവരുടെ പോസ്റ്റിങ്ങുകളിലും ഫർദറായിട്ടുള്ള പ്രൊമോഷൻസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ CAB എഴുതാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഇന്ന് മല്ലിക മാഡം, മല്ലിക എന്ന് പറയുന്ന ഒരു AGM അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബാംഗ്ലൂർ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാഡത്തിനോട് 2 വാക്ക് സംസാരിക്കാനായിട്ട്. മാഡത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. I think she has joined. Yes, sir. Okay. Thank you, James sir. Thank you, Ganesh sir. Sir, am I audible, sir? Yes. Please proceed. Sir, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഒക്കെ ജോയിൻ ചെയ്യാൻ സാധിച്ചത്. എന്നെ ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പേര് മല്ലിക. ഞാൻ AGM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂരിലെ ഹോം ലോൺ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ. Am I audible, sir? Yes. No, I am not on. ഞാൻ വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു സാറേ. ഞാൻ ഓഫീസിലാണ്. വർക്ക് പ്ലേസ്. ഓക്കെ. ഇന്ന് മന്ത് അല്ലേ സാറേ, നല്ല തിരക്കിലാണ്. അത് പർട്ടിക്കുലർലി ഇന്ന് ബാംഗ്ലൂരിലെ ഹോം ലോൺസ് എന്ന് പറയുന്നത് അതാണല്ലോ ഏറ്റവും വലിയൊരു ഇത്. ഓക്കെ സാറേ, എന്നെ ഇന്ന് ഇവിടെ ഹരിയൊക്കെ വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു CAB യാത്രയെ കുറിച്ച് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ദൗത്യമായിട്ട് തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ JIB എന്ന് പറഞ്ഞത് ഞാൻ ഒരു 27 വർഷങ്ങൾക്ക് മുമ്പാണ് JIB അറ്റൻഡ് ചെയ്തത്. അതും അന്ന് ഒരു പ്രൊമോഷന് വേണ്ടി JIB ഉണ്ടാവണം. ഞങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് CIB ഫസ്റ്റ് പാർട്ട് എന്നാണ്. അത് അറ്റൻഡ് ചെയ്താലാണ് പ്രൊമോഷൻ, ഞങ്ങൾക്ക് TO ഗ്രൂപ്പിൽ പ്രൊമോഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് ഞാൻ അന്ന് JIB. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഒരുപാട് തിരക്കുകളും
ഒക്കെ കാരണം നിങ്ങൾ വിചാരിക്കുന്ന ഒരു തിരക്കിലല്ല. കാരണം ഇപ്പൊ തന്നെ എനിക്ക് 3 കൊച്ചുമക്കളുണ്ട്. എന്റെ ഗ്രാൻഡ് ചൈൽഡ് 10 വയസ്സാണ്. എന്റെ ഏറ്റവും മൂത്ത ഗ്രാൻഡ് ചൈൽഡിന് തന്നെ 10 വയസ്സായി. അപ്പൊ ആ ഒരു തിരക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഒരിക്കലും CIB എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷേ ഇനിയിപ്പോ റിട്ടയർ ചെയ്യാൻ എനിക്ക് സാർ പറഞ്ഞ പോലെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ എനിക്ക് റിട്ടയർ ചെയ്യാനുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഈ ബൈപാർട്ടേറ്റ് സെറ്റിൽമെന്റിൽ ഒരുപാട് പേര് CIB യെ കുറിച്ചും ഇങ്ങനെ ഇൻക്രിമെന്റ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സാർ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇതിൽ ഒട്ടും തന്നെ ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്റെ ഒരു കരിയറിൽ നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ ഈ CIB എന്നുള്ള ഒരു കാര്യം കൂടി എന്റെ ഒരു തൂവലായിട്ട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു. അപ്പൊ അതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൾക്കാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് ഞാൻ എത്തിച്ചേർന്നതാണ് IBS ആക്ച്വലി സ്പീക്കിംഗ്. ഓക്കെ, അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കിവിടെ ഹരിയെ കുറിച്ചും ജെയിംസ് സാറിനെ കുറിച്ചും പറയാതിരിക്കാൻ ഒട്ടും പറ്റില്ല. കാരണം ഹരി എന്നെ 27 വർഷം മുമ്പുള്ള ഡോക്യുമെന്റ്സ് മുഴുവൻ തപ്പിയെടുത്ത് ഹരി എനിക്ക് എൻറോൾ ചെയ്യാനൊക്കെ വല്ലാതെ സഹായിച്ചു. എന്നിട്ട് ഹരിയാണ് ആദ്യം പറഞ്ഞത്, മാഡം ഒരിക്കലും എന്റെ ഒരു പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ മാസം ആദ്യം ഈ തവണ ഒരു 3 എക്സാംസ് എഴുതുക, അത് കഴിഞ്ഞ് ഡിസംബറിൽ ഒരു 2 എക്സാം എഴുതുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്ലാന്. അപ്പൊ ഹരിയാണ് എന്നോട് പ്രത്യേകം പറഞ്ഞത്, നോ മാഡം നിങ്ങൾ 5ഉം ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള ഇങ്ങനെ മാർക്സിനൊക്കെ കുറച്ച് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള ചാൻസ്. ശരി എന്നാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും പ്രഗത്ഭരായ നമുക്ക് ഒരുപാട് ഫാക്കൽറ്റീസ് ഇതിനകത്തുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും ഈ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് വരെ ഓരോ പോയിന്റിലും വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ കൂടെ IBS ഉള്ളത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എന്റെ ഒരു സ്റ്റൈല് ഞാൻ ചെറുതായിട്ട് നോട്ട്സ് എഴുതി വെക്കുമായിരുന്നു. എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്നുള്ളത് ചെറിയ നോട്ട്സ് എഴുതി പഠിക്കുന്നതാണ് എന്റെ സ്വഭാവം. ഞാനത് കഴിയുന്നത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകൾ സാറ് പറഞ്ഞ പോലെ ഞാൻ ആ വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ നോട്ട്സ് PPTs ഇതിലൊക്കെ കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ക്ലാസ്സസ് എല്ലാം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ CIB ഒരു ബാലികേറാ മലയൊന്നുമല്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്കത് ജെയിംസ് സാർ പ്രത്യേകം പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈസി ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് CIB പാസ്സാകാൻ പറ്റും. അതിനുള്ള ഒരു തെളിവാണ് ഞാൻ എപ്പോഴും ഇവർക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ പറയും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അത് കൃത്യമാണ്. പക്ഷെ നിങ്ങളൊക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആണ്. ഏറ്റവും ചെറുപ്പത്തിൽ എത്രയും പെട്ടെന്ന് CIB എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. സോ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഐ എം വെരി ഹാപ്പി. നന്നായിട്ട് ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ CIB ഒക്കെ പാസ്സാകാൻ IBSന്റെ സഹായത്തോടു കൂടി സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജെയിംസ് സർ, താങ്ക് യു ഹരി, താങ്ക് യു ഗണേഷ് സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ്. വളരെ താങ്ക്സ് അ ലോട്ട്. IBSന്റെ ആ ഒരു ടൂൾസ് എല്ലാം അതിന്റെ സ്പെഷ്യാലിറ്റി ഒരു സീസണിലെ പഠിത്തം കൊണ്ട് തന്നെ മാഡം മനസ്സിലാക്കി. CIB എടുക്കാൻ താമസിച്ചെങ്കിലും അവസാനമാണെങ്കിൽ അത് എടുക്കാൻ സാധിച്ചു ബിഫോർ റിട്ടയർമെന്റ്. മറ്റേ വല്യപ്പ എന്ന് പറയുന്ന മറ്റേ CGM ചീഫ് ജനറൽ മാനേജറും അതാണ്. അദ്ദേഹം റിട്ടയർ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് CIB എടുക്കണം എന്നുള്ള ഒരു വാല്യൂ ബാക്കിയുള്ളവരെയും കൂടെ കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ജെയിംസ് സാർ പറഞ്ഞ പോലെ ഈ BFM ആൻഡ് ABFM ആണ് ഇച്ചിരി ടഫ് ആയിട്ട് എനിക്ക് തോന്നിയ പേപ്പേഴ്സ്. ഞാൻ BFM എഴുതിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോ എനിക്ക് 46 മാർക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടി ഭഗവാൻ കരുതി വെച്ചത് കൊണ്ടാണോ ആ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എക്സ്ട്രാ തന്നത്. ഞാൻ ഇമ്മീഡിയറ്റ്ലി കാറിലിരുന്ന ഉടനെ തന്നെ ജെയിംസ് സാറിനെ വിളിച്ചു. അപ്പോൾ സാർ പറഞ്ഞു അങ്ങനെ നോക്കണ്ട, നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് BFM-ഉം ABFM-ഉം ഒരു ഓൾട്ടർനേറ്റ് സെയിം സാറ്റർഡേ സൺഡേ ആയിരുന്നു സാറേ. നോട്ട് ലൈക്ക് ദിസ്. ഇപ്പം ഇവര് പറയുന്നത് HR ഒക്കെ അവസാനം 2 days ഒരുമിച്ച്. HR മീൻസ് ഇലക്ടീവ് സബ്ജക്ട് ആണല്ലോ അവസാനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാർ സംസാരിച്ചപ്പോൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് BFM-ഉം ABFM-ഉം ഒരു ശനിയാഴ്ച BFM, മറ്റേ ശനിയാഴ്ച സൺഡേ ആയിരുന്നു ABFM. അപ്പൊ ജെയിംസ് സാർ ഒരു ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വൈ ഞാൻ എന്നാ നെക്സ്റ്റ് ഡേയിൽ എക്സാം കൂടി എഴുതി നോക്കാന്ന് പറഞ്ഞ് ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്തത്. സോ വൺസ് അഗെയിൻ താങ്ക് യു സർ. Congrats, madam. Definitely. It is your efforts only. Of course, faculties have done great work. James sir, especially James sir, that has helped you. Thank you. Thank you, madam, for sharing your feelings also here, that experience. Really, it will help all the candidates. It will be a motivation for all. Thanks, sir. Thanks.
താങ്ക് യു. ബിജു, Yes, MD sir. sir Yes, has sir. joined. Our director, sir, Sadish Kumar, sir, joined. Sir, Okay. warm welcome, sir. Sadish, sir. Yes. Hello? Good evening. Yes, Yeah, sir. Biju. Yes. Yes. Good evening. Good evening, good evening, James sir, Ganesh sir, and of course, ഇന്നത്തെ നമ്മുടെ മാഡം മല്ലിക, ഇന്നത്തെ പിന്നെ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസും. ഇൻഫാക്ട് പുതിയൊരു CIB ഒരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ക്ലാസ്സസ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഓറിയന്റേഷൻ മിക്കവാറും പലരും ഓൾമോസ്റ്റ് എല്ലാവരും CIBക്ക് വരുന്നത് നമ്മുടെ തന്നെ കാൻഡിഡേറ്റ്സ് തന്നെ ആയിരിക്കും. ഇന്നത്തെ പാർട്ടിസിപ്പൻസ് ഓൾമോസ്റ്റ് 80-90 അടുത്ത് കാണുന്നത് മിക്കവാറും എല്ലാവരും IBSന്റെ തന്നെ ഒരു JIBയിലോ ഒക്കെ വന്നവർ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ IBSന്റെ ഒരു ക്ലാസ്സിന്റെ രീതികളും സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഒക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ എന്നിരുന്നാലും ഗണേഷ് സാറും ഒക്കെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു. സാധാരണ നമ്മൾ JIBയിലേക്ക് വരുമ്പോൾ അതിൽ 4-5 ഫാക്കൽറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കാരണം പല കാര്യങ്ങളും അവരോട് പലരും ആദ്യമായിട്ടായിരിക്കും JIB എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ എക്സാം എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പലർക്കും പറയാനുണ്ടാവും. കാരണം IBSന്റെ പല ഫാക്കൽറ്റീസും 5 വർഷം മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ആ ഓറിയന്റേഷൻ സെഷനിൽ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ആണ് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള ഒരു 3 മാസത്തെ ഒരു യാത്ര, ഒരു 3 months. അത് പലരും അത് വളരെ സീരിയസ് ആയിട്ട് അതും ആ ഒരു ഫസ്റ്റ് ഡേയിൽ കിട്ടിയ ആ ഒരു ഇൻസൈറ്റ്സ് ആണ് അത് ഒരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കും. നമ്മുടെ ഒരു കാര്യപരിപാടി പറയുന്നത് പോലെയാണ്. ഒരു 1 day പ്രോഗ്രാം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടെങ്കിൽ, ഒരു ഫുൾ ഡേ ഉണ്ടെങ്കിൽ, ആദ്യമേ തന്നെ ആ പ്രോഗ്രാം എന്താ നമ്മൾ അറിഞ്ഞാലേ നമുക്കത് എഫക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ത്രൂ ഔട്ട് എന്താ സംഭവിക്കാൻ പോകുന്ന അന്നത്തെ ദിവസം, എന്തൊക്കെയാണ് വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസ് ആ ദിവസം, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ നേരിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ആദ്യമേ ഒരു ഓറിയന്റേഷൻ സെഷൻ വെച്ചു. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെയും, അതായത് ഇവിടെ 15-12, അതാണ് 15-12, ആ 15-12 വരെ എത്തേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു മൊത്തത്തിലൊരു അവലോകനം നടത്തി 15-12 നമ്മൾ ജയിച്ചു എന്ന് ഇവിടെ ഗണേഷ് സാർ പറഞ്ഞു, എല്ലാവരും ജയിച്ചു എന്ന് പറയുകയും ചെയ്തു ഇവിടെ. അപ്പം ആ 15-12 വരെ ജയിപ്പിക്കുന്നത് ആ ഡേറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 4.5 മാസമുണ്ട്. നമ്മൾ ഇന്ന് മുതൽ നോക്കിയാൽ 4.5 മാസം ഉള്ള അതൊരു യാത്ര തന്നെയാണ്, ശരിക്കും ഒരു ജേർണിയാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അതെങ്ങനെ ഈ 15-12 എന്നൊരു ഡേറ്റ് എത്തുമ്പം, ഓഫ്കോഴ്സ് എല്ലാവർക്കും 15-12ലേക്ക് വേണ്ട. കാരണം ചില സബ്ജക്റ്റുകൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് 1 പേപ്പർ 2 പേപ്പറിനൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എസ്പെഷ്യലി ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പതിവ് പോലെ നമ്മുടെ കഴിഞ്ഞ എക്സാമിലും ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് കൂടുതൽ ടഫായിട്ട് വന്നത്. അപ്പോൾ BFM എന്ന സബ്ജക്റ്റിൽ കുറച്ചും കൂടെ ഒന്ന് സ്കോർ ചെയ്തിരുന്നുവെങ്കിൽ വളരെ വലിയൊരു റിസൾട്ടിലേക്ക് മാറിയേനെ. ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പലരും ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തി നിന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ മല്ലിക മാഡം പോലുള്ളവർ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ആ ഫാക്കൽറ്റിയോ നമ്മളെയോ വിളിച്ച് അവരുടെ ആ ഒരു ടെൻഷൻ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അന്നേരം കിട്ടിയ ഒരു മോട്ടിവേഷനാണ് തുടർന്നുള്ള അടുത്ത എക്സാമിന് പോകാനും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനും സഹായിച്ചത്. ചിലരൊക്കെ അതിൽ അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇനി പോകുന്നില്ല, മതി, എത്രയായി, ഫസ്റ്റ് പേപ്പറിന് എനിക്ക് ഇത്ര കിട്ടിയ, സെക്കൻഡ് പേപ്പറിന് ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് ഇത്ര പോലും പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയിട്ടുള്ളവരും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഇതിൽ സംഭവിച്ചെന്താണ്, ഇവിടെ മൂന്നാമത്തെ പേപ്പർ BRBL, ഓഫ്കോഴ്സ് നമ്മുടെ തോൽവിയേ ഇല്ല എന്ന് പറയാം IBSൽ. അത് ഒരുപക്ഷെ അതിൽ 95 ആണ് ഹയസ്റ്റ് മാർക്ക്. ഞാൻ പറയുന്ന CIBയുടെ ഒരു കാൻഡിഡേറ്റിന്റെ BRBLന്റെ മാർക്കാണ് 95. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു മാർക്ക്, ആ എക്സാം ഒരു ന്യായമായ എക്സാം ആയിരുന്നു. വേണ്ടി വന്നാൽ എളുപ്പമായിട്ടുള്ളൊരു എക്സാം ആണെന്ന് പോലും പറയാം. എളുപ്പം എന്ന് പറഞ്ഞാലും പഠിക്കാതെ എളുപ്പമാവില്ലല്ലോ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് അതൊരു വലിയ തടസ്സമില്ലാത്തൊരു എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഇലക്ടീവ് പേപ്പർ, റൂറൽ ബാങ്കിങ് ഒഴികെ ബാക്കിയെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമും ആയിരുന്നു. ഇതാണ് കഴിഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി മൊത്തത്തിലൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ പ്രത്യേകത. ഇവിടെ
ആദ്യമേ മുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് ഗണേഷ് സാർ വളരെ വിശദമായിട്ട് IBSന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. പിന്നീട് നമ്മുടെ ജെയിംസ് സാറും അതിനകത്ത് ടോപ്പിക്കുകളും റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ നല്ല, കാരണം ജെയിംസ് സാറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന എന്നും CIBയിൽ ഏറ്റവും ടഫ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയ അതിനകത്ത് ഇന്റർനാഷണൽ ബാങ്കിങ്ങും ട്രഷറിയും എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടോപ്പിക് എടുക്കുന്ന 2 മോഡ്യൂൾ എടുക്കുന്ന ജെയിംസ് സാറാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫാക്കൽറ്റി ആയിട്ട് മറ്റുള്ളവരെ വിളിച്ചില്ല, കാരണം അധികം പറയേണ്ടതായിട്ട് നിങ്ങൾക്കുള്ള ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാം എന്താണ്. പക്ഷേ ഇനി മുന്നോട്ട് നമ്മൾ ഈ എക്സാം പാസ്സാവണം. അതിന് IBS തരുന്ന സപ്പോർട്ടിനെ പറ്റി ഓൾറെഡി ഗണേഷ് സാർ പറഞ്ഞു. ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. എന്നിരുന്നാൽ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എക്സാം ഡേറ്റുകൾ എല്ലാവർക്കും അറിയാം. അതായത് 11-ാം മാസം 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. 24/11 നമ്മുടെ ഫസ്റ്റ് പേപ്പർ 1. പേപ്പർ 2 നിങ്ങൾക്ക് പുതിയതായിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ആ സബ്ജക്റ്റുകളൊക്കെ ഇതുവഴി നോക്കിക്കാണുമായിരിക്കാം നിങ്ങൾ. അഡ്വാൻസ് ബാങ്ക് മാനേജ്മെന്റ് എന്നുള്ളതാണ് ആദ്യത്തെ പേപ്പർ. ABM എന്നുള്ളതാണ് ആദ്യത്തെ പേപ്പർ. ഈ അഡ്വാൻസ് ബാങ്ക് മാനേജ്മെന്റിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ 4 മോഡ്യൂളാണ് പഠിക്കാനുള്ളത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അവിടെ നമുക്ക് പഠിക്കാൻ HR ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, കംപ്ലയൻസ് ഉണ്ട്. 4 JIB പോലെയല്ല. JIBയിൽ പലപ്പോഴും ടോപ്പിക്കുകൾക്കൊക്കെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ വരുമ്പോൾ ചില സബ്ജക്ട് എസ്പെഷ്യലി ABMലും പേപ്പർ 2 BFMലും 2 വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റാണ് ഉള്ളത്. പേപ്പർ 1-ലുള്ളത് ഈ അഡ്വാൻസ് ബാങ്ക് മാനേജ്മെന്റ്. രണ്ടാമത്തെ അതിനകത്തുള്ള സബ്ജക്റ്റുകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, ക്രെഡിറ്റ് പഠിക്കാനുണ്ട്, കംപ്ലയൻസ് ഉണ്ട്, HR ഉണ്ട്. 4 മോഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പേപ്പർ 2. BFMൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ബാങ്കിങ് ആണ് ഒന്ന്, റിസ്ക് മാനേജ്മെന്റ് ആണ് രണ്ടാമത്തത്, ട്രഷറി മാനേജ്മെന്റ്, ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്. ഇങ്ങനെ 4 വ്യത്യസ്തങ്ങളായ ടോപ്പിക്കുകളാണ്. എഗെയിൻ അപ്പോൾ ഈ 4 ടോപ്പിക്കുകളും ബ്രാഞ്ച് ലെവലിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ടാവില്ല. പിന്നെ ഉള്ളത് നമുക്ക് അഡ്വാൻസ് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇതൊരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2023-ൽ IIBF 5 പേപ്പറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കൊണ്ടുവന്ന ഒരു മാനേജ്മെന്റ് ടോപ്പിക്കാണിത്. അത് കഴിഞ്ഞ് 4-ാമത്തെ പേപ്പർ ബാങ്കിങ് റെഗുലേഷൻസ് ആൻഡ് ബിസിനസ് ലോ ആണ്. പഴയ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബാങ്കിങ് എന്നതിനെ ഒന്നും കൂടെ ഒന്ന് വിപുലീകരിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആൻഡ് ബിസിനസ് ലോ. എന്നും JIBയിൽ ഇരിക്കുമ്പോൾ ലാസ്റ്റ് പേപ്പറായിട്ട് വന്നിരുന്നതാണിത്. അന്നും ഇത് ഈ ഒരു ലീഗൽ പേപ്പർ പൊതുവെ എല്ലായ്പ്പോഴും തന്നെ ഒരു സാമാന്യ എളുപ്പമുള്ള പേപ്പറായിട്ടാണ് JIBയിൽ കണ്ടിരുന്നത്. ആദ്യത്തെ 2 പേപ്പറിനുണ്ടാകുന്ന കുറവ് കോമ്പൻസേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പേപ്പറാണത്. ഒട്ടുമിക്ക സമയങ്ങളിലും, കാരണം IBS ഇപ്പോൾ 25 തവണ ഇത് ഈ സീസണുകളിലായിട്ട് ഇത് ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലീഗൽ പേപ്പറായിരുന്നു. ആ ലീഗൽ പേപ്പർ ഇവിടെയും CIBയിലും വന്നിട്ടുണ്ട്. അത് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻസ് ആൻഡ് ബിസിനസ് ലോസ് ആണ് 4-ാമത്തെ പേപ്പർ. 5-ാമത്തെ പേപ്പർ ഇലക്റ്റീവ് പേപ്പറാണ്. 5 പേപ്പറാണുള്ളത്. ആ ഇലക്റ്റീവ് പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്റ്റീവ് പേപ്പർ കഴിഞ്ഞ തവണ സെൻട്രൽ ബാങ്കിങ് ടഫായിരുന്നു. ഇപ്പം നമ്മൾ IBSൽ നിന്നും സെൻട്രൽ ബാങ്കിങ് ആണ് ഗൈഡ് ചെയ്തത്. കാരണം ജനറലി നമ്മൾ റൂറൽ ബാങ്കിങ് ഒക്കെ കുറേ കൂടെ വാസ്റ്റ് ആയിട്ട് വരണം, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ കടന്നു പോകണം. പിന്നെ ഇന്റർനാഷണൽ ബാങ്കിങ് എടുക്കാൻ അല്ലെങ്കിൽ ചില നമ്മൾ ഓരോ ടോപ്പിക്കിനെ പറ്റി IT അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു. അതിൽ സെൻട്രൽ ബാങ്കിങ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല ഗൈഡ് ചെയ്തത്. പക്ഷേ സെൻട്രൽ ബാങ്കിങ് കഴിഞ്ഞ തവണ ടഫായിരുന്നു. എന്നിട്ട് സെൻട്രൽ ബാങ്കിങ് ഇത്തവണ പലരും കഴിഞ്ഞ തവണ എളുപ്പമായി മാറിയെന്ന് തോന്നി റൂറൽ ബാങ്കിങ്ങിലേക്ക് മാറി. ഇത്തവണ റൂറൽ ബാങ്കിങ് ടഫായി. സോ എനിക്ക് ഇലക്റ്റീവ് പേപ്പറിന്റെ ഓപ്ഷനെ പറ്റി നിങ്ങൾ ചോദിച്ചാൽ പറയാനുള്ളത്, നിങ്ങൾ ആ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. IIBFന്റെ സിലബസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ട് നിങ്ങളുടെ ഒരു പഴയ ക്വാളിഫിക്കേഷനോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന മേഖലയെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ഈസി ആയിട്ടുള്ള ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആരോടും അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട. കാരണം ഇത്തവണ എളുപ്പമെന്ന് തോന്നുന്നത് ചിലപ്പോൾ അടുത്ത വളരെ ടഫായിരിക്കും. IIBFന്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലീഗൽ ആസ്പെക്ട്സ്. എനിക്ക് എപ്പോഴും പറയാൻ പറ്റും ലീഗൽ ആസ്പെക്ട്സ് എന്ന് JIBയിലായിരുന്നപ്പോഴും ഇപ്പോൾ CIBയിൽ വന്നപ്പോഴും എളുപ്പമാണ്. അതേപോലെ മറ്റൊരു സബ്ജക്റ്റിനെ പറ്റിയും നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. പണ്ട് പറയാൻ പറ്റുന്നത് ഇലക്റ്റീവ് പേപ്പർ റീറ്റെയിൽ ബാങ്കിങ് ആയിരുന്നു. ഇപ്പം നമുക്കതും പറയാൻ പറ്റുന്നില്ല. ഇപ്പം റീറ്റെയിൽ ബാങ്കിങ് ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതായ ചോയ്സിലേക്ക് വിടുന്നു. ഏതായാലും ആ 5 പേപ്പറിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും, ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് എടുത്താലും ആ ക്ലാസ്സുകൾ തരാൻ നമ്മുടെ മെറ്റീരിയലും ഉണ്ടാവും, ക്ലാസ്സും ഉണ്ടാവും. നൗ നമ്മുടെ CIBയിലോട്ട് തന്നെ വരാം. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? എന്താണ് ഈ 4 മാസം? നമ്മുടെ മുമ്പിൽ 4 മാസം 7-ാം തീയതി വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന 7-ാം തീയതിയാണ്.
പിന്നെ 8-ാം തീയതി അടുത്ത നമ്മുടെ മോർണിംഗ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നു. 7-ാം തീയതി ഈവനിങ്ങും 8-ാം തീയതി മോർണിംഗ്. ഈ CIB വളരെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട സബ്ജക്റ്റ്. ഇതിൽ തോക്കേണ്ടതായിട്ടൊരു കാര്യമില്ല. ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഏതൊരു സ്പീച്ചിനേക്കാളിലും മോട്ടിവേഷണലായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു സ്പീച്ച് വളരെ ഒരു 3-5 മിനിറ്റിനുള്ളിൽ മല്ലിക മാഡത്തിൽ നിന്ന് കിട്ടി. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബാങ്കർ 27 വർഷം കഴിഞ്ഞ് ഒരു CIB എടുത്തിട്ട് ഇറങ്ങണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ CIB എടുത്തിട്ട് ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നു, അത് ആഗ്രഹിക്കുന്നു, അത് പിന്നീട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു. ഇപ്പോഴും മാഡം പറഞ്ഞ ബ്രാഞ്ചിലാണെന്നാണ് പറഞ്ഞത്, അപ്പോൾ ആ സെക്ഷനിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മാഡത്തിൻ്റെ ഫാമിലി ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അത് വളരെയധികം ഒരു അഡ്മയറിംഗ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക്, കാരണം 3 കൊച്ചുമക്കളുണ്ട്, അവർ വരെ അവരുടെ കാര്യങ്ങൾ പലതും വരും, ഒരുപാട് കാര്യങ്ങൾ ഫാമിലി വൈസ് ആയിട്ടും ചിന്തിക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനിടയ്ക്ക് ഈ ഒരു എക്സാം പാസ്സായി നിങ്ങൾക്ക് ഒന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു ഇത് പോസിബിൾ ആണ്. കാരണം ഇപ്പോൾ CIB പലരും പറയുന്നു, ഒരുപാട് പേര് എഴുതുന്നില്ല, ഇത് വളരെ ടഫാണെന്ന് പറഞ്ഞാണ് ഒത്തിരി പേര് എഴുതാത്തത്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് വന്ന നമ്പേഴ്സ് കുറവാണ്, എക്സാമിന് അപ്ലൈ ചെയ്തവരും കുറവാണ്, അപ്ലൈ ചെയ്തിട്ട് എക്സാം സെൻറ്ററിൽ പോയവരും കുറവാണ്. അങ്ങനെ ഒരു പ്രോബ്ലം കൂടിയുണ്ട്. എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം സെൻറ്ററിൽ ആബ്സെൻറ്റിസം കൂടുവാണ്. അത് CIBയിൽ വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അത് ഇത്തവണയും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ എന്താണ്, വേണ്ടത്ര പ്രിപ്പറേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല. പൊതുവേ നമ്മൾ ഒന്ന് ചോദിച്ചു, എപ്പോഴും നമ്മൾ എക്സാം കുഴപ്പമില്ല എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ടേക്കപ്പ് ചെയ്യുക. കാരണം ഇത് എഴുതാൻ പറ്റുമോ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ CIB എക്സാം, അത് വളരെ ടഫാണ്, നമുക്കൊന്നും പറ്റില്ല എന്ന ഒരു അഭിപ്രായം പൊതുവേ നിൽക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. CIBയുടെ എക്സാം തീർച്ചയായിട്ടും നമുക്ക് ഈ സബ്ജക്റ്റുകൾ ഒരു സീരിയസ് സബ്ജക്റ്റ് ആണ്. അൾട്ടിമേറ്റ് JIB പോലെ പർപ്പസ് തന്നെ വേറെയാണ്. CIBയുടെ ടോപ്പിക്കുകൾ ജനറലി ബാങ്കിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിരുന്നില്ല, ബ്രാഞ്ച് ബാങ്കിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പോൾ ലീഗലും മാനേജ്മെന്റ് ടോപ്പിക്കുകൾ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ്ലി അത് നാളത്തെ ഒരു സീനിയർ ബാങ്കേഴ്സിനെ ഒന്ന് വാർത്തെടുക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക, നാളെ ബാങ്കിനെ മുന്നോട്ട് നയിക്കാനുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു BFMന് മെയിൻ ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ അത് എനിക്ക് തോന്നുന്നു ആ ടഫ്നെസ്സും കൂടെ ഒന്ന് ലഘൂകരിക്കപ്പെട്ടിരിക്കുകയാണ് BRBL കൊണ്ടുവന്ന്. മറ്റൊന്നൊരു മാനേജ്മെന്റ് ടോപ്പിക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാനേജ്മെന്റ് ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 2 നല്ല ടോപ്പിക്കുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് CIB പാസ്സാവാൻ ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫും ഈസിയൊക്കെ ആക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളൊരു കാര്യം ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ധാരണയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരാൾക്ക് അത് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ ഈ മിനിമം നമുക്കൊരു സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം ഇൻ ജനറൽ. അതായത് CIB പാസ്സായാൽ ഒരു വർഷം 24 ഇൻക്രിമെന്റ് കിട്ടും, 24 എന്താ പറയുക സാലറി ഇൻക്രിമെന്റ് കിട്ടും, 24 മാസം. അത്രയും മാത്രം ചിന്തിച്ച് നോക്കിയോ, ഒരു വർഷം, അതായത് 2 ഇൻക്രിമെന്റ് ഇൻറ്റു 12, 24 ഇൻക്രീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയോ തന്നെ കാണാം. ഒരു വർഷം തന്നെ ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ അതിനകത്ത് വരുന്നത്. ഒരു വർഷം തന്നെ അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് തന്നെ വളരെ ഹ്യൂജ് ആണ്. അത് നിങ്ങളുടെ സർവീസിനെ മൊത്തത്തിൽ നോക്കുമ്പോഴും മറ്റു ബെനിഫിറ്റുകളെല്ലാം നോക്കുമ്പോഴും പിന്നെ CIB എന്നത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വാല്യൂ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ CIB കംപ്ലീറ്റ് ചെയ്ത ഒരാളിനെ കാണും, CIB കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ JIBയിൽ നിൽക്കുന്ന നിങ്ങൾ CIB കംപ്ലീറ്റ് ചെയ്ത ഒരാളിനെ ഒരു അല്പം ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. CIB കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. JIB പറയുന്നത് പോലെ അല്ല. JIB പാസ്സായി എന്ന് പറയുന്ന ഓക്കെ നോർമലായിട്ട് അങ്ങനെ പോകുന്നു. CIB കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നിങ്ങൾക്കറിയാം ക്വാളിഫിക്കേഷൻ പരമായിട്ട് ഇപ്പോൾ അടുത്ത സമയങ്ങളിൽ 2 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വിവിധ ബാങ്കുകളിൽ അപ്പോയിൻമെന്റ് വന്നപ്പോൾ അതിനകത്ത് അവർ ഏറ്റവും എടുത്തു പറഞ്ഞ അവരുടെ ക്വാളിഫിക്കേഷൻ IIBFന്റെ CIB പാസ്സാണ് എന്നുള്ളതാണ് അവർ എടുത്തു പറഞ്ഞത്. ഞാൻ പറയുന്ന ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തിക്കുന്നവർ പോലും എടുത്തു കാണിക്കുന്ന ക്വാളിഫിക്കേഷൻ, വളരെ പ്രൗഡായിട്ട് കാണിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സാലറി ഇൻക്രിമെന്റ് എല്ലാം നമുക്ക് ഇൻക്രിമെന്റ്സ് ഒക്കെ നമുക്ക് വേണം. ഒപ്പം നമുക്ക് കരിയർ ഒരു പാത്ത് ഒരുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഈ CIB നമുക്ക് വേണം. ഒപ്പം നമ്മൾ ഇത്രയധികം കാലം ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ബാങ്ക് ഇത്രയധികം സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് പാസ്സാവാനുള്ള ഇൻക്ലിനേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു കുറവ് വരുത്തി വെച്ചേക്കുന്നു എന്നൊരു ഫീൽ നമുക്ക് തന്നെ എന്നും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും CIB എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല CIB എന്നൊരു ബാങ്കറും പറയില്ല. CIB എല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് വലിയ പ്രിപ്പറേഷന് തയ്യാറല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വീണ്ടും പറയാനുള്ളത്,
CIB എന്നത് തികച്ചും പോസിബിളാണ് പാസ്സാവാൻ. പക്ഷെ അതിന് വേണ്ടത്ര ഒരു അർഹതയോടുകൂടിയുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. ഇതിൽ ടോപ്പിക്കുകൾ ഓരോന്നും നിങ്ങൾ അഡ്വാൻസ് ബാങ്ക് മാനേജ്മെന്റ്, ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ 2 പേപ്പറാണ്. പേപ്പറിൽ വ്യത്യസ്തങ്ങളായ 8 മോഡ്യൂളാണുള്ളത്, 4x2. അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡെയിലി ബാങ്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ അപ്പോൾ പുതിയതായിട്ട് പഠിക്കേണ്ടതാണ്, അപ്പോൾ പുതിയതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് പുതിയതായിട്ട് മനസ്സിലാക്കുന്ന എന്തും നമുക്കൊരു വാല്യൂ അഡീഷനാണ്. പുതിയതായിട്ട് മനസ്സിലാക്കുന്ന എല്ലാം നമുക്കൊരു വാല്യൂ അഡീഷനാണ്. അപ്പോൾ പുതിയതായിട്ട് മനസ്സിലാക്കുമ്പം നമ്മൾ കുറച്ചുകൂടെ നോളജ് എൻറിച്ച്മെന്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം അല്ലാതെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുമ്പം അവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു നോളജ് എൻറിച്ച്മെന്റ് വാസ്റ്റായിട്ട് ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ തികച്ചും പുതിയ സബ്ജക്റ്റിലേക്ക് പോകുന്നു, പുതിയതായിട്ട് വീണ്ടും നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കാര്യമായി പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ ഒരു വാല്യൂ അഡീഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ നോളജ് ഉണ്ട്. അപ്പോൾ ആ വാല്യൂ അഡീഷൻ നമ്മുടെ പ്രവർത്തന മേഖലയെയും നമ്മളെ വ്യക്തിത്വത്തെയും കാര്യമായി ബാധിക്കും, കാര്യമായി സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ഓരോ പഠനവും നമ്മളെ ഉയർത്തുകയായിരുന്നു. നമ്മൾ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉള്ള ആളല്ല 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. 10ൽ നിന്നും 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, 12 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ, വേണ്ടി വന്നാൽ PG കഴിഞ്ഞപ്പോഴും നമ്മൾ ഓരോ സ്റ്റേജസിലും നമ്മൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാ തലത്തിലും, മാനസിക തലത്തിലും ഉയർന്നു, നമ്മുടെ നോളജ് ലെവലിൽ ഉയർന്നു, കോൺഫിഡൻസ് ലെവലിൽ ഉയർന്നു, എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉയർന്നു വരികയായിരുന്നു. അതെല്ലാം നമ്മൾ നേടിയെടുത്തത് നോളജ് എൻറിച്ച്മെന്റ് വഴിയാണ്, അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ വഴിയാണ്. ഇനി വീണ്ടും ഒരു വാല്യൂ അഡീഷനുള്ള സ്കോപ്പായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. അതായത് ബാങ്ക് തരുന്ന ഹ്യൂജ് എമൗണ്ടിന് പ്രത്യുപകാരമായിട്ടെന്ന് വേണമെങ്കിൽ കൂട്ടിക്കും. കാരണം നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. എന്ന് പറയുന്ന പോലെ ബാങ്ക് ഹ്യൂജ് എമൗണ്ട് നമുക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം, ജീവിതകാലം മൊത്തവും തരാമെന്ന് നമ്മളോട് ഏൽക്കുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടി വെറുതെ കൈനീട്ടി മേടിക്കുക എന്നുള്ള പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതിന് അനുസൃതമായ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിത് ഇറങ്ങി തിരിച്ചു കുറച്ച് എഫേർട്ട് എടുത്ത്, നല്ല എഫേർട്ട് എടുത്ത് ഇത് പാസ്സാവാൻ ഇത് വർത്താണോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത എപ്പോഴും. നമ്മൾ എന്തെങ്കിലും ഒരു ടേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് വയബിൾ ആണോ, നിങ്ങളതിന് ബാങ്കിൽ എപ്പോഴും പറയുന്ന ആ പ്രോജക്റ്റ് വയബിൾ ആണോ, അത് ഫീസിബിൾ ആണോ എന്നൊക്കെ ഇവിടെ അത് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ CIB ഇപ്പോൾ എടുക്കുന്നത് ഒരു വർത്താണോ എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് ആദ്യമേ അളക്കുക? അത് അളക്കുന്ന ഫിനാൻഷ്യൽ മോണിറ്ററി ബേസിസിൽ തന്നെയാണ്. മോണിറ്ററി ബേസിസ് നിങ്ങൾ അളന്ന് നോക്കൂ. നിങ്ങൾ എടുക്കാൻ പോകുന്നത് വെറും 4 മാസത്തെ എഫേർട്ടാണ്. 4 മാസത്തെ എഫേർട്ടിൽ നിങ്ങൾ ബാങ്കിൽ പോവാതിരിക്കുന്നില്ല, ബാങ്കിൽ പോകുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ വിട്ടിറങ്ങുന്നില്ല, നിങ്ങൾ കുടുംബമുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ 4 മാസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 24 hours നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ആ 24 hours നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയും നമ്മുടെ ഫാമിലി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും നമുക്കിവിടെ. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ അല്പം കുറച്ച് സീരിയസ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ CIBക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ബാങ്കിൽ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, മാഡം തന്നെ പറഞ്ഞു 30ാം തീയതി ഇതാണ് മന്തെൻഡാണ്. അപ്പോൾ അഡീഷണൽ വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അഡീഷണലി നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ചുകൂടെ സമയമായിരിക്കും, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടിരിക്കും, കുറച്ചുകൂടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫേർട്ട് നമ്മുടെ മുമ്പിൽ നിന്നുണ്ടാവും. ടൈം കുറച്ചുകൂടെ നമ്മൾ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മളത് ചെയ്യും. നമ്മളെന്നും അത്, പ്രത്യേകിച്ച് ബാങ്കേഴ്സ് എന്നും പ്രാക്ടീസ്ഡ് ആണത്. തീർച്ചയായിട്ടും ഒരു അഡീഷണൽ ഒരു എക്സ്ട്രാ മൈൽ, ഒരു അഡീഷണൽ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് വേണമെന്നല്ല ഇവിടെ വേണ്ടത്. അപ്പം JIBയുടെ കൂട്ടുള്ള ലാഘവത്തോടു കൂടിയും CIB കാണാൻ പറ്റില്ല. കാരണം CIB ഓരോ പേപ്പറിനും അതിൻ്റെതായ ഒരു CIBയിൽ കൂടി ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും IIBF. പണ്ട് ഇത് IIBFന്റെ ഇത് എനിക്ക് അടുത്തറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കിയത്, JIB ഒരു മോട്ടിവേഷനായിട്ടും CIB ഒരു വാല്യൂ അഡീഷനായിട്ടും മാറ്റുക എന്നുള്ളതിൻ്റെ രീതിയിലാണ്. ഒരു എൻകറേജ്മെന്റ് ആയിട്ട് JIB പാസ്സാക്കുന്ന കൊടുക്കുന്നെങ്കിൽ CIB ഒരു നോളജിന്റെ ഒരു എൻറിച്ച്മെന്റ് ആണ്. ശരിക്കും അത് ഉണ്ടാവണം തന്നെയാണ്. അതുകൊണ്ടാണ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ഒരാളിനെ മാത്രം ഞാൻ ഈയിടെ IIBFന്റെ CEO മീറ്റ് ചെയ്യാനിടയായി. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ CIBയുടെ ചില പേപ്പേഴ്സ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം വല്ലാത്ത രീതിയിൽ കുറച്ച് ട്രിക്കി ആയിട്ട് പോകുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ ടഫ്നെസ് പറയുമ്പോൾ IIBFന്റെ അദ്ദേഹം പറഞ്ഞത്, ഇത് ശരിക്കും ടഫ് എന്ന് പറയുന്നത് അത് ബാങ്കിങ്ങിന്റെ എല്ലാ ബാങ്കുകളുടെയും ആവശ്യപ്രകാരമാണ് ചെയ്തത്. ഞങ്ങളത് 1 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. CIB കംപ്ലീറ്റ് ചെയ്ത ഒരാളും CIB ഇല്ലാത്ത ഒരാളും തമ്മിൽ ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ക്ലിയർ
ഡിഫറൻസിയേഷൻ അവിടെ വേണം എന്നുള്ളതാണ്, ആ ഒരു സെപ്പറേഷൻ വേണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു CIB കഴിഞ്ഞ ഒരാൾ ഒരു നോർമൽ ബാങ്കിൽ നിന്ന് ഉയർന്ന് ഒരു കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കറായിട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകൾ ഒരുപാടൊന്നും സൗമ്യമായ ഒരു അപ്രോച്ച് പ്രതീക്ഷിക്കേണ്ട. പകരം നമ്മുടെ കാൻഡിഡേറ്റ്സ് അതിൻ്റെ ആസ്പിറൻസ് ആ CIBയുടെ റേഞ്ചിലേക്ക് ഉയർന്നു വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയും കുറച്ചൊക്കെ ആപ്ലിക്കൻസിന് എണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇപ്പം തന്നെ ഓൾറെഡി ചില ബാങ്കുകൾ ആ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് സ്കെയിൽ 3 മുതൽ അങ്ങോട്ട് അതിൻ്റെ ഇതാക്കി തുടങ്ങിയിട്ടുണ്ട്. മറ്റു പല ബാങ്കുകൾ ഇപ്പോൾ ഉടനെ അങ്ങനെ ചെയ്യുമെന്നാണ്. ഞങ്ങൾ ബാങ്കുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വരുന്ന സമയങ്ങളിൽ സ്കെയിൽ 3 മുതലെങ്കിലും വരുന്നവർക്ക് പ്രൊമോഷന് പോകുമ്പം CIB മാൻഡേറ്ററി ആക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറയുകയാണ് ഒരു 3 മാസം അല്ലെ 1 ഇയറിനുള്ളിൽ നിങ്ങൾ CIB കംപ്ലീറ്റ് ഇല്ല, ബാങ്കിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ 80 മാർക്കും മേടിച്ച് പാസ്സാവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പൽഷൻ വേണമെന്നുള്ളതാണ്. നമ്മൾ ഇതിനെ നമ്മുടെ ഒരു ഇതായിട്ട് എടുക്കുക. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഇതായിട്ട് എടുക്കുക. ഇത് എക്സാം പാസ്സാവാൻ എന്നും വേണ്ട ഒരു മിനിമം ചിന്തയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനെ ഈ ടൈം പീരീഡിൽ 4 മാസത്തിനുള്ളിൽ ബാങ്ക് നമ്മളോട് പറഞ്ഞ്, ബാങ്ക് എന്തായാലും നമ്മുടെ സമയം കളയില്ലല്ലോ. നിങ്ങൾക്കറിയാം ബാങ്കിന് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ജോലികളാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ ഒരു തിങ്ക് ടാങ്ക് അവർ ഒരിക്കലും എങ്ങനെയാണ് നിങ്ങളെ സമയം കളഞ്ഞ് നിങ്ങളുടെ എഫിഷ്യൻസി ബാങ്ക് കുറെ പഠിക്കാൻ മാറ്റി നിങ്ങളുടെ എഫിഷ്യൻസി അൾട്ടിമേറ്റ്ലി ബാങ്കിനോട് ഗുണമില്ലാത്ത, നിങ്ങൾക്ക് ഗുണമില്ലാത്ത ഒരു കാര്യത്തിലും ബാങ്ക് ഏർപ്പെടില്ല. അപ്പൊ നമ്മൾ അതിനെ ബാങ്ക് ഇത്രയും പൈസ ഇത് പഠിക്കാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ബാങ്കിന് വേണ്ടിയിട്ടാണെന്ന് ആദ്യം ആലോചിക്കുക. അപ്പൊ ബാങ്കിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിൽ നിങ്ങൾ ആ ഈ നോളജുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരു എഫിഷ്യൻസി, നിങ്ങൾ എന്ന വ്യക്തിയുടെ കോൺഫിഡൻസ്, കസ്റ്റമേഴ്സിനോടുള്ള നിങ്ങളുടെ അപ്രോച്ച്, മൊത്തത്തിലൊരു മാറ്റം. ആ മാറ്റം ബാങ്കിന്റെ ഒരു ബിസിനസ്സും ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താനും ബാങ്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാനും പറ്റും എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷനാണ് ബാങ്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കോഴ്സ് ചെയ്യണം. നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല, കാരണം ജോലി സ്ഥിരമായി കഴിഞ്ഞ് നിർബന്ധം എന്നല്ല. അത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആ മോട്ടിവേഷനാണ് നമുക്ക് ഈ സാലറി ഇൻക്രിമെന്റ് ആയിട്ടും അല്ലെങ്കിൽ മന്ത്ലി ഇൻക്രിമെന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് കരിയർ പ്രോസ്പെക്ട്സിൽ പല ബാങ്കുകളും 10 മാർക്ക് വരെ നമുക്ക് CIBക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുന്നു. 2 വർഷത്തെ സീനിയോറിറ്റി തരുന്നു. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ ലാറ്ററൽ എൻട്രിയിലേക്ക് ഒരുപാട് സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും ഓപ്പൺ ആക്കിയിടുന്നത് ഈ CIBയിൽ ഇതെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു 4 മാസം. അപ്പോൾ ഈ 4 മാസം എന്ന് പറഞ്ഞതിനെ പറ്റി എനിക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. നിങ്ങളുടെ കരിയറിൽ 4 മാസം. ഇന്നത്തെ ഒരു ബാങ്കർ 35 വർഷമെങ്കിലും ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പണ്ടൊക്കെ 40-42 വർഷമൊക്കെയാണ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നത് പലരും. കാരണം +2 കഴിഞ്ഞു, 18 ഇയേഴ്സ് ആയി ബാങ്കിൽ ജോയിൻ ചെയ്യുക. അന്നത്തെ യോഗ്യത പലപ്പോഴും ക്ലറിക്കൽ ഓഫ് കോഴ്സ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ 20 ആയതുകൊണ്ട് മിനിമം 22-23 പലരും ജോയിൻ ചെയ്യുക. 35 ഇയേഴ്സ് ആണ് നമുക്ക് റഫ്ലി എടുക്കാം. ഒരു വർഷത്തിൽ 4 മാസം. നമ്മൾ ഈ 4 മാസത്തിന് കണക്ക് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് 7-ാം തീയതി മുതൽ നമ്മുടെ മുമ്പിൽ 4 മാസമാണ് ഉള്ളത്, ഇൻക്ലൂഡിങ് എക്സാം. 4 മാസം പിന്നെ കുറച്ച് ദിവസം പോട്ടെ. അപ്പൊ 4 മാസത്തിന് എന്താണ് ഒരു 4 മാസം എന്ന് പറഞ്ഞാൽ അത് ഒരു വർഷമായിട്ടൊരു കണക്ട് ചെയ്യാമെങ്കിൽ ഒരു വർഷത്തിൽ 3-4 മാസങ്ങളുണ്ട്. 4 മാസം × 3 ഒരു വർഷം. അപ്പൊ നിങ്ങളുടെ ഒരു ബാങ്കറിന്റെ കരിയറിൽ 35 ഇയേഴ്സ് എന്ന കുറഞ്ഞ നമ്പർ എടുത്താൽ മതി. 35 ഇയേഴ്സ് അല്ലെ ആവറേജ് 35 ഇയേഴ്സിൽ ഏതാണ്ട് 35 × 3 105 മാസങ്ങളുണ്ട്. 105 മാസങ്ങളുണ്ട്. ആ 105 മാസങ്ങൾ ഒരു ബാങ്കറിന്റെ കരിയറിലുള്ള 105 മാസങ്ങളിൽ നമുക്ക് 3 മാസം വെറും 4 മാസങ്ങളിൽ ആ 105-ൽ ഒരെണ്ണം മാത്രം ഒരു പാർട്ട് മാത്രം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ നമ്മുടെ ആ എൻറ്റയർ ലൈഫിൽ അതിൻ്റെ ഇത് കിട്ടും. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു CIBയുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ ബാങ്കിങ് കരിയറിൽ ലൈഫ് ലോങ് ബേർഡൻ ആവുകയോ ലൈഫ് ലോങ് നിങ്ങളെ കമ്മിറ്റഡ് ആവുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങളായിട്ട് അതിനെ പഞ്ചവത്സര പദ്ധതി ആക്കുകയാണെങ്കിൽ 5 അല്ലെങ്കിൽ IABF പറഞ്ഞേക്കുന്ന 3 വർഷം, അങ്ങനെയാണല്ലോ IABF പറഞ്ഞേക്കുന്ന ഗെയിം പ്ലാൻ, അങ്ങനല്ലേ? 5 അറ്റംപ്റ്റ് അഥവാ 3 വർഷം എന്നാണ് IABF പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 വർഷം ആകുമ്പം ഈ പറഞ്ഞതുപോലെ 3 × 3 9. നിങ്ങളുടെ 105 ബാങ്കിങ് സ്പോട്ടിൽ അതിൽ 9 തവണ എന്നുണ്ട്. നമുക്കതൊന്നും വേണ്ടെന്നേ.
നമുക്ക് ജസ്റ്റ് ഒരു ഒരെണ്ണം മതി. ഔട്ട് ഓഫ് 105 നിങ്ങളുടെ 4 മാസങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ബാങ്കിങ് ലൈഫിൽ, ആക്റ്റീവ് ലൈഫിൽ ഒരു 4 മാസം, ആ 4 മാസത്തിൽ അല്പം എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. ഒരു അഡീഷണൽ എഫേർട്ട് നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ ഒരിക്കലും CAB വന്ന് നമ്മളെ പാസ്സാക്കുകയോ IIBF ഓടി വന്ന് നമ്മളെ പാസ്സാക്കില്ല. എങ്ങനെ പാസ്സാക്കും? IIBF-ഉമായിട്ട് നമുക്ക് എന്താ ബന്ധമുള്ളത്? IIBF നിങ്ങളുമായിട്ട് എന്താ ബന്ധമുള്ളത്? നിങ്ങളുടെ സ്വന്തം ബാങ്ക് പ്രൊമോഷന് പോകുമ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ അവർ ജയിപ്പിക്കില്ല. പിന്നെ എങ്ങനെ നിങ്ങളെ ഒരു ബന്ധമില്ലാത്ത IIBF നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 5 പേപ്പറുള്ള ഒരു എക്സാമാണ്. തോൽപ്പിക്കാനായിട്ട് വെച്ചേക്കുന്ന എക്സാം ഒന്നും അല്ല. തോൽപ്പിക്കുക അല്ല ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 മോഡ്യൂളിൽ കൂടി ഇന്നത്തെ ബാങ്കറിനെ കുറെ കൂടെ ശക്തി ഉള്ളതാക്കിയിട്ട് വാല്യൂ അഡീഷൻ ആയിട്ട് അല്ലെങ്കിൽ നോളജ് എൻറിച്ച് ചെയ്തുകൊണ്ട് അവരെ ഇന്നത്തെ നിലവിലുള്ള ബാങ്കിങ് അവർ സിസ്റ്റത്തിൽ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നോളജ് ഗ്യാപ്പിനെ പറ്റി ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഏക പോംവഴികളിൽ ഒന്നായിട്ടാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത്. ഒരു വർഷം, ഈ ഒരു 4 മാസം, അതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ 4 മാസം നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. നിങ്ങൾ റിയലൈസ് ചെയ്യണം. നിങ്ങൾ ടാസ്ക് എടുക്കുമ്പം നിങ്ങളത് റിയലൈസ് ചെയ്യണം. അല്ലാതെ വെറുതെ നമ്മൾ ടാസ്ക് എടുത്ത് നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞിറങ്ങാൻ പറ്റില്ല. ഇതൊരു ജേർണിയാണ്. അപ്പൊ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഇവിടെ ജെയിംസ് സാർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓൺലൈൻ ലൈവ് ക്ലാസ്, ലൈവ് ക്ലാസ് ഇരിക്കുമ്പം ഇപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞാനിതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനിടയ്ക്ക് 100 പരിപാടി നടത്തുന്നുണ്ടാവും. 10 വട്ടം ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും, 10 വട്ടം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു വന്നത്, ആ റെക്കോർഡഡ് വീഡിയോയെക്കാളും ഒക്കെ വളരെയധികം എഫക്റ്റീവാണ് നമ്മുടെ ലൈവ് ക്ലാസ്. ലൈവായിട്ട് ക്ലാസ്സിലിരിക്കും. നമ്മളൊരു ഫാക്കൽറ്റി പഠിപ്പിക്കുന്നു, നമ്മൾ ശ്രദ്ധാപൂർവ്വം ക്ലാസ്സിലിരിക്കുന്നു. അപ്പം നമുക്ക് അന്നേരം തന്നെ കാര്യങ്ങൾ ഒരുപാട് റിസീവ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഓൾമോസ്റ്റ് BSRB ഉള്ളൊരിപ്പം BSRB അല്ലെങ്കിൽ IBPS കഴിഞ്ഞ് വന്ന ഒരാൾക്ക് ഈ ഒരു എക്സാം ഒക്കെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മൈൻഡ് സെറ്റാണ്. വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മളിവിടെ കാണിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് എഫേർട്ട്, സീരീസ് ഓഫ് സീരിയസ് എഫേർട്ടാണ് സക്സസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു എഫേർട്ടിന് നിങ്ങൾ തയ്യാറാവുന്നില്ല. അപ്പൊ ഇത് ഇത് സബ്ജക്റ്റിന്റെ കുഴപ്പമല്ല ഇവിടെ, നിങ്ങളുടെ കഴിവിന്റെ കുഴപ്പമല്ല ഇവിടെ. ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ്, അല്ല ഒന്നുമല്ല. അത് നിങ്ങൾ ആദ്യമേ റിയലൈസ് ചെയ്യുക. ഇവിടെ സബ്ജക്റ്റിന്റെ കുഴപ്പമല്ല. കാരണം നിങ്ങൾ ഇതിനേക്കാൾ എത്രയോ വലിയ സബ്ജക്റ്റ് ട്രാക്ക് ചെയ്തിട്ടാണ് ബാങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത്, അല്ല വെറുതെ കയറി വരില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ സബ്ജക്റ്റ് അത്ര വലിയ കാര്യമല്ല. പഠിക്കാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഇതൊരു അക്കാഡമിക് സബ്ജക്റ്റ്, കോമ്പറ്റേറ്റീവ് സബ്ജക്റ്റും അല്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ നിങ്ങളുടെ എന്താണ് ഒരു മൈൻഡ് സെറ്റാണ്. വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾ കാണിക്കാൻ തയ്യാറല്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ എക്സ്ക്യൂസുകളുടെ പിന്നിലേക്കാണ് പോകുന്നത്. ഇതെങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റും? ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കണ്ടെത്തുന്നതിന് പകരം ഇത് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള സമയവും അതിനു വേണ്ടിയിട്ടുള്ള തോട്ട് പ്രോസസ്സുമാണ് വേണ്ടത്. അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് 1-2 പേര് പാസ്സാവുന്ന ഒരു എക്സാം അല്ല, ആയിരക്കണക്കിന് ആൾക്കാർ പാസ്സായിക്കൊണ്ടിരിക്കുന്ന എക്സാമാണ്. അപ്പൊ ഇത് നമ്മൾക്കും ഈസി ആയിട്ട് പറ്റും. ചെയ്യേണ്ടത് എന്താണ്? കുറച്ച് പ്ലാൻഡ് ആയിരിക്കണം. അതിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ പരമാവധി അറ്റൻഡ് ചെയ്യണം. ഞാൻ പരമാവധി എന്നേ പറയുന്നുള്ളൂ, ഞാൻ 100% പോലും പറയുന്നില്ല. പക്ഷെ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം. ഓൺലൈനിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. ഓൺലൈൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് വീണ്ടും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് മാറാൻ നോക്കിക്കേ. അതിൻ്റെ ഗുണം വളരെ കൂടുതലാണ്. ഒരു ബുക്കും ഒരു പെന്നുമായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഇപ്പം മാഡമൊക്കെ മല്ലിക മാഡം പറഞ്ഞത് കൊച്ചുമക്കളായി, അവിടെ തന്നെ 3 പേര് കൊച്ചുമക്കൾ എന്നൊക്കെ ആയത്. നമ്മുടെ ഇതിൽ പലരും സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, കൊച്ചു കുട്ടികളുള്ളവരുണ്ടാവും മക്കളായിട്ട്. നിങ്ങളൊക്കെ മക്കളോട് പറയാറുണ്ട്, നേരെ ഇരുന്ന് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ ഉപദേശം കൊടുക്കാൻ വളരെ മിടുക്കരാണ്. നമ്മുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മളങ്ങ് ഡൈല്യൂട്ട് ചെയ്യും, കംപ്ലീറ്റ് ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വന്ന് ഒരു വിദ്യാർത്ഥി ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്, നമുക്ക് ഈ സബ്ജക്റ്റിലെല്ലാം സീരിയസ് ആണ്, പ്രത്യേകിച്ച് ABM-ഉം BFM-ഉം. അപ്പൊ നമുക്ക് അത് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് ആഞ്ഞിരുന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ബുക്കും പെന്നും ആയിട്ടിരുന്ന് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് കൃത്യമായി ഓൺലൈൻ ക്ലാസ്സിന് ന്യൂനതകളുണ്ടെന്നാണ് പലതും പറയുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് ഇപ്പം ഞാൻ സംസാരിക്കുന്നു, എനിക്ക് തോന്നുന്നു കണക്ടിവിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും ആരും പറഞ്ഞു ഇവിടെ ഒരു മെസ്സേജ് പോലും ഞാൻ കണ്ടില്ല. അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധ മാത്രമാണ് വേണ്ടത്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ ഒരു ബുക്കും പെന്നും എടുത്തു, നമ്മൾ നോട്ട് ചെയ്തു, ഒരു സ്റ്റുഡൻറ്റിനെ പോലെ കാര്യമായിട്ടിരുന്നു. ഇത് കാണുന്ന നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷം, ജോലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുന്നു, മക്കൾക്ക് നമ്മളെ കാണുമ്പോൾ ഇത് അവരോട് നമുക്ക് പഠിക്കാൻ പറയാം.
അപ്പൊ ആ നല്ല ഈ ഒരു ടൈം നമ്മൾ പലർക്കും കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ സിബ്ലിങ്സിന് ഒരു ഗൈഡൻസും കൂടെ കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ലേണിങ്ങിനോടുള്ള ആ ഒരു ഇൻക്ലിനേഷൻ, അത് ചെറിയ കാര്യമല്ല. അങ്ങനെയും കുറെ ആഡഡ് ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഈവനിങ് ആണെങ്കിൽ 8 മണിക്കാണെങ്കിൽ ആ സമയത്തേക്ക് എത്തുക. ഒരു 7:45 ആകുമ്പോഴത്തേക്കെങ്കിലും എത്തി മാനസികമായി പഠിക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് വരിക. പിന്നെ ഈ സബ്ജക്റ്റുകൾ പഠിക്കാൻ വരുമ്പോൾ വയറ് നിറച്ച് ഫുള്ള് ഫുഡും കഴിച്ച്, പ്രത്യേകിച്ച് പൊറോട്ട വാരി കഴിച്ചിട്ടൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാവും. ഉറങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. 2 വരിയുടെ റിസ്കിന്റെ പറയുമ്പോൾ 3ാമത്തെ വരി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങിക്കഴിയും. ഒരു റിസ്ക്കും പിന്നെ ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് വൈകുന്നേരത്തെ ക്ലാസ് സെലക്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുറച്ച് നേരത്തെ വന്ന് ഫ്രഷായി അല്പം ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ 8 തൊട്ട് 9 വരെ ക്ലാസ്, പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. എല്ലാവരും ഇരിക്കില്ലല്ലോ. അപ്പൊ ഇരുന്ന് അത് കഴിഞ്ഞ് മതി കാര്യമായ ഫുഡും കാര്യങ്ങളൊക്കെ. എത്ര ദിവസമാണ്? 4 മാസം. എല്ലാ ദിവസവും ഇല്ല. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകളില്ല. ഇപ്പൊ ഈവനിങ് ബാച്ച് ആണെങ്കിൽ ഈവനിങ് ആണ് 5 ദിവസം, മോർണിംഗ് ആണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം. പിന്നീട് നമുക്ക് ആവശ്യം വന്ന ചില വർക്കിംഗ് ഹോളിഡേയ്സ് ചിലപ്പോൾ നമുക്ക് അവിടെ എവിടെയും ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോവാതിരുന്ന് പഠിക്കാനല്ല പറയുന്നത്, മറ്റൊന്നിനും പങ്കെടുക്കേണ്ടെന്ന് വീട്ടുകാരോടും മിണ്ടണ്ടെന്നും പറയുന്നില്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും അങ്ങനെയൊന്നുമല്ല. പക്ഷെ കുറച്ചും കൂടെ പ്ലാൻഡ് ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ ഇത് എപ്പോഴും അതുണ്ടാവണം. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. ഇതിന് നിങ്ങളുടെ വീട്ടുകാരുടെ കോപ്പറേഷനോ അത്യാവശ്യമാണ്. അവരോട് പറയണം, 2 ഇൻക്രിമെന്റ് വെച്ചാൽ കിട്ടാൻ പോകുന്നേ ഓരോ മാസവും. ഒരു വർഷം നോക്കിക്കേ 24 മടങ്ങ് ഇതാണ് കിട്ടുന്നത്, എക്സ്ട്രാ എമൗണ്ട് ആണ് കിട്ടുന്നത്. പിന്നെ അത് അവരും പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ചെറിയ കാര്യമല്ലല്ലോ, ഒരു വലിയൊരു പ്ലാനുമായിട്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആദ്യമേ നമ്മൾ അറിയുന്നേക്കാൾ മുമ്പ് ഇതിന്റെ ഗുണം, പ്രത്യേകിച്ച് ഒരു ബാങ്കർ അല്ലെങ്കിൽ നമ്മുടെ വൈഫോ ഹസ്ബൻഡോ ബാങ്കർ അല്ലെങ്കിൽ ഫസ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇതിന്റെ സാമ്പത്തിക ഗുണം ഇതാണെന്ന്. അപ്പൊ നമ്മളെക്കാൾ ഉത്തരവാദിത്തം അവർ കാണിക്കും നമ്മളെ അതിന്റെ മുമ്പിൽ പിടിച്ചിരുത്താൻ. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് വേണമെന്ന് പറയുന്നത്. വീട്ടുകാരുടെ സപ്പോർട്ട് നമ്മൾ ആദ്യം പറയേണ്ടത് ഇതിന്റെ കാര്യമാണ്. 24 ഗഡുവാണ് വ്യത്യാസം ഇത്തവണ. അതേപോലെ ജീവിതകാലം മൊത്തം ഇത് കിട്ടും എന്ന് പറയുമ്പോൾ അവരെല്ലാം കണക്കൂട്ടി നോക്കിയിട്ട് പിന്നെ നമ്മളെ 8 മണിക്ക് കൊണ്ടിട്ടേണ്ട ഉത്തരവാദിത്തം അവരായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോട് വ്യക്തമായിട്ട് പറയണം, നമ്മൾ അടുത്ത 4 മാസം നമ്മൾ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇത് ഏർപ്പെട്ടിരിക്കുകയാണ്, ഇതിന്റെ ബെനിഫിറ്റ് ഇന്നതാണെന്ന് ആദ്യമേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ക്ലാസ്സിന് റെക്കോർഡഡ് വീഡിയോസ് നമ്മുടെ ക്ലാസ്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. പിന്നെ എന്തിനാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരാം, വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അറ്റൻഡ് ചെയ്യേണ്ടതായ ഒരു കോൾ വരാം. ചില സമയത്ത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ചില ഫംഗ്ഷന് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അത് നിങ്ങളെന്ന ഒരു സോഷ്യൽ പേഴ്സൺ നിങ്ങൾക്ക് അത് ആവശ്യമാണ്. നിങ്ങൾക്കൊരു കോൾ വന്നാൽ ചിലത് മിസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കണക്ടിവിറ്റി ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ക്ലാസ് മിസ്സായത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് വീഡിയോസ്. ചിലപ്പോൾ നമ്മൾ ക്ലാസ് കേട്ടു, ഒറ്റ തവണ പറയുമ്പോൾ നമുക്കത് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, വീണ്ടും ഒന്നും കൂടെ കേൾക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് വീഡിയോസ്. അപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത് ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തുനിന്ന് മിസ്സായിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം എടുത്ത് അത് വേണമെങ്കിൽ ഒന്നും കൂടെ കേൾക്കാനും ഉറപ്പിക്കാനും. കാരണം ഈ CIB സബ്ജക്ട് നമുക്ക് നന്നായിട്ട് തറവായിട്ട് മനസ്സിലായേ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പോലും എക്സാമിന് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീണ്ടും ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡഡ് വീഡിയോ എടുക്കാം. പിന്നീട് നമ്മുടെ കോഴ്സ് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം, മോക്ക് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് ഈ പ്രാവശ്യമൊക്കെ കുറേ കൂടെ എഫക്റ്റീവായിട്ട് ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു അക്കാഡമിക് ടീമിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ടീം, അക്കാഡമിക് ടീമിനെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു അക്കാഡമിക് ഡയറക്ടറും ചാർജ് എടുക്കുന്നു. 2 മാസം മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ആയിട്ടുള്ള മിസ്റ്റർ രമേശ് S ആണ്, DGM ആയിരുന്നു. 2 മാസം മുമ്പാണ് അദ്ദേഹം റിട്ടയർ ആയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന്. അദ്ദേഹം നമ്മുടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് പുതിയതായിട്ട് വീണ്ടും ചാർജ് എടുക്കുന്നു. JIB CIB സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, പ്രൊമോഷൻ ക്ലാസ്സുകൾ, ബാങ്കേഴ്സിന്റെ ട്രെയിനിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, CIBയുടെ റിസൾട്ടുകൾ JIB ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ അക്കാഡമിക്സ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ ഒരു പുതിയ അപ്പോയിൻമെന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പം വേറെ 2 പേരും ഡെപ്യൂട്ടി അക്കാഡമിക് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടാവും. പിന്നെ ഫാക്കൽറ്റി കുറച്ചുകൂടെ വിജിലൻ്റ് ആയിട്ടും സപ്പോർട്ടീവായിട്ട് അവരുണ്ടാവും. കുറേയേറെ പ്ലാനുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചുമാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ CIB 5 പേപ്പറും ഒറ്റത്തവണ പാസ്സാകാം, ഒരു കാര്യമില്ല. കാരണം ഇത്രയൊക്കെ സപ്പോർട്ടുകൾ ഒന്നും ഇല്ലാതെ ഒരുപാട് പേര് CIB പാസ്സായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ, ഇത്രയൊക്കെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക്
കിട്ടുമ്പോൾ നിങ്ങൾ CIB തോൽക്കാൻ ശരിക്കും പറഞ്ഞാൽ അർഹതയില്ലാത്തവരാണ്. CIB തോക്കാനും വേണം, നമുക്ക് തോക്കാനും വേണം അർഹത. ഇവിടെ തോക്കാൻ പോലും അർഹതയില്ലാത്തവരായി മാറും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന 4 മാസം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം. ഒന്ന്, ക്ലാസ്സുകൾ പരമാവധി ലൈവ് ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒന്ന്, അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ ചാലഞ്ച് നമ്മളോട് തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത്? എനിക്ക് ഇത്തവണ ഇത് പാസ്സാവണം, എനിക്കിത് ഏതാണ് ആ ഒരു ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഇത്തവണ ജയിക്കാൻ പറ്റും. അപ്പൊ നമ്മളോട് നമ്മുടെ ഒരു ഇന്നർ സെൽഫിനോട് തന്നെ നമ്മൾ ആൻസർ കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഉറപ്പിക്കാം, യെസ്, ഞാനൊരു കാര്യമായിട്ടാണ്, സീരിയസ് ആയിട്ടാണ്. ഈ ക്ലാസ്സുകൾ ഇടയ്ക്ക് മുടങ്ങുമ്പോൾ നമ്മളോട് തന്നെ പറയുകയാണ്, ഓ, ഇത് പ്രാക്ടിക്കലി പ്രയാസമാണ്, എനിക്കൊന്നും ക്ലാസ് അറ്റൻഡ്, ആ ക്ലാസ് പോയി, അതെനിക്ക് മനസ്സിലായില്ല, അതിന്റെ കണക്ഷൻ പോയി. നമ്മൾ തന്നെ ആ ഒരു എക്സ്ക്യൂസിലേക്ക് പോവാണ്. മറിച്ച് നമ്മൾ മിക്ക ദിവസം എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത്, ഞാൻ ഈ ജയിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞ 20 ക്ലാസ്സുകൾ കഴിഞ്ഞു, അല്ലെ 10 ക്ലാസ് കഴിഞ്ഞു, 10 ഞാൻ അറ്റൻഡ് ചെയ്തു, അല്ലെ പോട്ടെ 9 അറ്റൻഡ് ചെയ്തു. അതെന്തുകൊണ്ടാണ് എനിക്ക് സാധിച്ചത്? ഇത് ജയിക്കണമെന്ന ആഗ്രഹം എനിക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ സീരിയസ് ആണ്, ഞാൻ എന്നോട് തന്നെ ഉറപ്പിക്കുകയാണ്, നമുക്ക് തന്നെ ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ജയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തവണ, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി, അല്ലാതെ എനിക്ക് മറ്റു പണിയൊന്നും ഇല്ലാത്ത ആളല്ലായിരുന്നു. ഞാൻ പലതും മാറ്റി വെച്ചിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ജയിച്ചല്ലേ പറ്റൂ. അപ്പൊ ഞാൻ പലതും മാറ്റിവെച്ചു. ഇനി ഇവിടെ എനിക്ക് ഇത് CIB പാസ്സാവുന്നത് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളോട് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഇരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടാവണം. നമ്മൾ തന്നെ പറയാറുണ്ട്, ആ റെഗുലർ ആയിരിക്കണം. ആദ്യമേ നമ്മൾ സ്റ്റുഡൻസിനോട് എന്താ പറയുന്നത്? നിങ്ങൾ റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. വന്ന് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അപ്പൊ ഇറഗുലർ അല്ല, റെഗുലർ ആയിരിക്കണം. അതാണ് നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ്സിൽ പാലിക്കേണ്ട ആദ്യത്തെ കാര്യം. പിന്നെ ആ ക്ലാസ് റെഗുലർ ആയിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്, അത് വളരെ വലുതാണ്. പിന്നെ നമുക്ക് ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഫാക്കൽറ്റിയുമായിട്ട് നല്ല പരിചയമായി. ഫാക്കൽറ്റി നമ്മൾ ഒരു റെക്കോർഡഡ് വീഡിയോ കാണുന്ന ഫാക്കൽറ്റിയെ പോലല്ല, ലൈവ് ക്ലാസ്സിൽ അവർ നമ്മളെ കാണുന്നു, നമ്മൾ അവരെ കാണുന്നു. അപ്പൊ നമുക്ക് അവരോട് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമായി. അവർക്ക് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കാണുമ്പോൾ വളരെ നല്ലൊരു ബാച്ചാണ്, ഒത്തിരി താല്പര്യമുള്ള ഒരു ബാച്ചാണ്, അവർ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള താല്പര്യം ഫാക്കൽറ്റിക്കും തോന്നി. പിന്നീട് അവർ വാട്സപ്പിലോട്ട് വരും. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം അവിടെ ഇരിക്കുന്നവര് പല ആക്ടിവിറ്റി ചെയ്യുന്നവർ, ബാങ്കിൽ തന്നെ ആയാലും പല ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പോലെ അല്ല ഇത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്താണ്? CIB പാസ്സാവാൻ മാത്രം ഇത്തവണ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആരെയും ഞാൻ വലുത് ഞാൻ ചെറുതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഒരു 5 ബുള്ളറ്റ് പോയിന്റ്സ് അതിലിടാം. നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് നമ്മുടെ ഫാക്കൽറ്റിയും നമ്മുടെ ടീമും വളരെ വൈബ്രന്റ് ആയിട്ട് അതിലുണ്ടാവും. അപ്പോൾ ഒരു ടോട്ടൽ ഇതൊക്കെ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഫുൾ ടൈം ക്ലാസ്സിൽ ഓഫീസ് ടൈമിൽ വേണ്ട, ഓഫീസ് ടൈം കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് ആ എഫക്റ്റീവ് ഡിസ്കഷനിലേക്ക് വരാം. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഞാൻ അഷ്വർ ചെയ്യുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇന്ത്യയിൽ വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ വേറെ എവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ എത്തിയിരിക്കുന്ന അത്ര കൃത്യമായ ഒരു പ്ലേസിനും അത്ര എക്സ്പീരിയൻസ്ഡ് ആയ ടീമിനോടൊപ്പം തന്നെയാണ്. പക്ഷെ ഇവിടെ റിസൾട്ട് എന്നും പേടിപ്പിക്കുന്നതാണ്. എന്താണ് റിസൾട്ട് പേടിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, തോക്കുന്നതിന്റെ അല്ല, ആ തോറ്റ മാർജിൻ കാണുമ്പോഴാണ് പേടി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, IBSന്റെ റിസൾട്ട് ഡബിൾ ആവും. ഒരു 5 മാർക്ക് IIBF ഗ്രേസ് മാർക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നമ്മുടെ ആ ഒരു പാസ് ഫെയിൽ ആവുന്നത് വളരെ മാർജിനൽ ആയിട്ട് വളരെ നാരോ ഇതിലാണ് ഫെയിൽ ആവുന്നത്. 2 മാർക്ക് 1 മാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എല്ലാം 49 50 വന്ന് മറ്റൊന്ന് 60 കിട്ടി, ഒരു പേപ്പറിന് 44ആയി. അല്ലാതെ ഒരു 17 22 32 അങ്ങനെയല്ല ഫെയിൽ ആവുന്നത്. IBSന്റെ ക്ലാസ്സുകൾ കുറെയെങ്കിലും അറ്റൻഡ് ചെയ്തേക്കുന്നവര് ഫെയിൽ ആവുന്നതിന് മാർക്കിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ നാരോ മിസ് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട്. നമുക്കതിൽ വരണ്ട, മറിച്ച് നമുക്ക് കൺവിൻസിങ് ആയിട്ട് പാസ്സാവും. ഇത്തവണ കൺവിൻസിങ് ആയിട്ട് പാസ്സാവുക എന്ന് പറഞ്ഞാൽ 60-ന് മേളിൽ തന്നെ നിരന്തരം മേടിച്ച് എല്ലാ സബ്ജക്റ്റും മേടിച്ച് പാസ്സായിട്ടുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ പാസ്സാവാൻ കഴിയും. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക, ഇതൊരു 5 year പ്ലാൻ ആക്കണ്ട,
നമുക്കിത് വൺ ടൈം എഫേർട്ടാക്കി മാറ്റാം. ഏതായാലും നമ്മൾ ആഗ്രഹിച്ചതാണല്ലോ ഈ സംഗതി. ഈ ഒരു 4 മാസത്തെ കാര്യമല്ലേ, മുമ്പേ ഞാൻ പറഞ്ഞു വിട്ട് 105 4 മാസങ്ങൾ നിങ്ങളുടെ കരിയറിലുണ്ട്. അതിൽ ഒരു 4 മാസം മതി. ആ 4 മാസം നിങ്ങൾ ഓഫീസിൽ സെബാറ്റിക്കൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാനും പറയുന്നില്ല. ഓഫീസിലൊക്കെ പൊയ്ക്കോ, വർക്ക് നടക്കട്ടെ, വീട്ടിലെ കാര്യങ്ങൾ ആയിക്കോട്ടെ. പക്ഷെ കുറച്ച് നമ്മൾ ഡെയിലി ബേസ് നമുക്ക് ചിന്ത വേണം. നമ്മൾ കുറച്ച് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കണം. ഇനി ഹോളിഡേയ്സിലേക്ക് വരുമ്പം നിങ്ങൾ മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഹോളിഡേയ്സിലേക്ക് വരുമ്പം ഈ ഒരു ടൈമിൽ ഹോളിഡേയ്സിൽ കുറച്ച് യാത്രകൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കുക. കാരണം നിങ്ങൾ വീക്ക് ഡേയ്സിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വീക്ക് ഡേയ്സിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം വൈകുന്നേരം നിങ്ങൾ 8 തൊട്ട് 9 വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഒന്ന് ഇതായി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 10:30 തൊട്ട് വീണ്ടും ഇരുന്നൊരു 12 മണി വരെ ഇരിക്കാം. തീർച്ചയായിട്ടും ഇരിക്കാം. അങ്ങനെ ആകുമ്പോൾ രാവിലെ എണീക്കണ്ട. ഇനി അതല്ല, 10:30 9 ജോലി കഴിഞ്ഞ് വന്നു, ക്ലാസ്സും അറ്റൻഡ് ചെയ്തു, ഇനി ടയർഡാണ്. നിങ്ങൾ നേരത്തെ കിടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 4:30 5 മണിക്ക് എണീക്കാം. 5 മണിക്കാണെങ്കിൽ 5 തൊട്ട് 6 7 മണി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള നേരമുണ്ട്. അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ ക്ലാസ് കേട്ടത് കൂടാതെ ഒരു 1.5 മണിക്കൂർ നമുക്ക് 1.5 2 മണിക്കൂർ കണ്ടെത്താൻ പറ്റിയാൽ ജയിക്കുമെന്നുള്ളത് ഉറപ്പ്. 2, നിങ്ങളുടെ നോളജും വേറെ ലെവലിലായിരിക്കും. CIB കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസും നിങ്ങളുടെ നോളജും നിങ്ങളുടെ ഒരു സ്റ്റൈലും മാറും. കാരണം നിങ്ങൾ ആ വിദ്യ കൊണ്ട്, നോളജ് കൊണ്ട് എംപവേർഡ് ആയിട്ടുള്ള ആൾക്കാരായി മാറും, സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. അത് ഉറപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ എഫക്റ്റീവ് ആവുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ IBSന് എന്തെങ്കിലും പരാതികൾ എവിടെയെങ്കിലും കഴിഞ്ഞ സീസണിൽ ആരെങ്കിലും പറഞ്ഞാൽ മോക്ക് ടെസ്റ്റിൽ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി വേണം, കുറച്ചുകൂടെ ടഫ്നെസ് ലെവൽ കൊണ്ടുവരണമെന്നാണ്. നമ്മൾ ഇത്തവണ അങ്ങനെ ഒരു കുറെ കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും, പിന്നെ ഇത്തവണ പുതിയതായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ ചില ബുള്ളറ്റ് പോയിന്റ്സ് പോലെയൊക്കെയുള്ള ക്ലാസ്സിൽ ഇട്ട് തരാനും ഒക്കെ അഡീഷണൽ ആയിട്ട് കുറെ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം സ്പൂൺ ഫീഡിങ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ട് നിങ്ങൾ എടുത്തേ പറ്റൂ. അപ്പോൾ ഇത്തരം ഒത്തിരി സഹായങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാൻ വളരെയധികം വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഈവനിങ് ബാച്ചിൽ ഒരു സബ്ജക്റ്റാണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മുടെ പഠിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് വന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, മോർണിംഗിൽ ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ഈവനിങ്ങിൽ മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും. ഇതിൽ ചിലരൊക്കെ വളരെ രാവിലെയും ഈവനിങ്ങും വരാൻ താല്പര്യമുള്ള കുറച്ചുകൂടെ അഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് നമ്മൾ ആ 2 ബാച്ച് പോലും അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഇപ്പം ഈവനിങ് സപ്പോസ് ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിൽ മോർണിംഗിൽ അഡ്വാൻസ് ബാങ്ക് മാനേജ്മെന്റ് പോലുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് അടുത്തൊരു 7-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങളെ അറിയിക്കും. അവിടെയാണെങ്കിൽ നമ്മൾ ABM-ഉം BFM-ഉം ആണ് തുടങ്ങുന്നതെങ്കിൽ രാവിലെയും വൈകിട്ടും എങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് 2 മോഡ്യൂള് ഒരു സബ്ജക്റ്റിൻ്റെ എടുത്തിട്ട് അടുത്ത സബ്ജക്റ്റിന് 2 മോഡ്യൂളിലേക്ക് പോകും. വീണ്ടും ആദ്യ സബ്ജക്റ്റിന് 2 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സബ്ജക്റ്റിന് 2 മോഡ്യൂൾ പോകും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു സബ്ജക്റ്റ് ഓൾറെഡി കിട്ടിയതായിരിക്കും, മറ്റൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കിട്ടാത്തതാണെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ചും കൂടെ ടഫായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു ടൈം പീരീഡിൽ 2 സബ്ജക്റ്റുകളാണ്, 2 മോഡ്യൂൾ കഴിഞ്ഞ് 2 മോഡ്യൂൾ കഴിഞ്ഞ് ഒരു സബ്ജക്റ്റിന് പിന്നെ അടുത്ത 2 മോഡ്യൂളിലോട്ട് പോയി. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതാണ്. പിന്നെ ക്ലാസ്സിലെ മറ്റെല്ലാ സപ്പോർട്ടിങ് സിസ്റ്റംസും ഉണ്ടാവും. നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും. ഡൗട്ട് ചോദിക്കാനുള്ള ഇതുണ്ടാവും. നിങ്ങൾക്ക് ഫാക്കൽറ്റിയുടെ നമ്പർ ആവശ്യമെങ്കിൽ അവരോട് വാട്സപ്പിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. എല്ലാവരും വിളിച്ച് സംസാരിക്കുന്ന അവസ്ഥകൾ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഡൗട്ട് ചോദിക്കുന്നേക്കാൾ നല്ലത് നമ്മുടെ ഗ്രൂപ്പിൽ ആ ഡൗട്ടൊക്കെ ചോദിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ഈ അധികം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ഒരുപാട് സമയം നമ്മൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ നിങ്ങളോട് അൾട്ടിമേറ്റ്ലി പറയുന്നത്, ജയിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്, നിങ്ങളുടെ തീരുമാനമാണ്. ഈ ഒരു 4 മാസം ഒരു എഫേർട്ട് എടുക്കണം. ആ എഫേർട്ടിന് നമ്മൾ അഡീഷണൽ എഫേർട്ട് തന്നെ എടുക്കണം. അല്ലാതെ നമ്മൾ മുൻപുള്ള കുറച്ച് എക്സ്ട്രാ എഫേർട്ട്. അപ്പോൾ JBയുടെ കൂട്ട് മതിയോ? പോരാ. ഒന്ന് സബ്ജക്റ്റിന്റെ എണ്ണം കൂടുതലാണ്, മറ്റൊരു സബ്ജക്റ്റിന്റെ ക്വാളിറ്റിയും ആ സബ്ജക്റ്റിന്റെ നിങ്ങളുടെ പരിചയക്കുറവും കൂടുതലാണ്. കാരണം ഈ സബ്ജക്റ്റുകളൊന്നും നമ്മൾ ഡേ ടു ഡേ ബാങ്കിങ്ങിൽ കാണുന്നതല്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ മോഡലും അവർ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യനൊക്കെ അവർ ഇട്ടിട്ട് നമ്മുടെ സമയം കളയിക്കും. അങ്ങനെയൊക്കെ ഇടും. നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്ന മറ്റേ JBയെക്കാളും ഒക്കെ ഇടും. അപ്പോൾ അതുകൊണ്ട് കുറെ കൂടെ സീരിയസ്നെസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. ഇത് നമ്മളെ തോൽപ്പിക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അഥവാ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കുറച്ച് എഫേർട്സ് ജോലിയും മറ്റെല്ലാം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് എഫേർട്സ് എടുക്കണം. ചില ഹോളിഡേയ്സ് ഒക്കെ വരുമ്പം ആ ഒരു വീക്ക്ലി ബേസിസിൽ അതിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊന്ന് ഡിസിപ്ലിൻഡ് ആവുക. നമ്മൾ വിചാരിക്കും ഒരു സൺഡേ ആവുന്ന നമ്മുടെ കൂട്ടുകാർ
പിക്നിക്കിന് പോകുന്നു, അവർ അടിച്ചു പൊളിക്കുന്നു. ആ കൂട്ടുകാരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപക്ഷെ അവർ CIB കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും, അല്ലെ അവർ CIB ഇത്തവണ എഴുതുന്നില്ല. അപ്പൊ അവരെ വിട്ടേക്ക്, നമ്മൾ അവരുമായിട്ട് ചിന്തിക്കേണ്ട. നമ്മൾ നോക്കേണ്ട എന്താണ്, നമ്മൾ ഇത്തവണ CIB നമ്മുടെ ലൈഫിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാം കൊണ്ടും. അപ്പൊ ഈ തവണ നമ്മൾ CIB കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത്തവണ മാത്രമാണ് തീരുമാനിച്ചേക്കുന്നത്. 2024 ഇത് എൻ്റെ ഇഷ്യൂ അല്ല. 2024 ഞാനിത് ടേക്കപ്പ് ചെയ്യില്ല. ഇതോടുകൂടി CIB എന്ന എൻ്റെ മനസ്സിലെ CIB ഇന്നോടുകൂടി ഞാൻ ഈ വർഷം കൊണ്ട് മായ്ക്കും. അതിനുവേണ്ടി സഫീഷ്യൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ആഡഡ് എഫേർട്ട് എടുക്കും. കുറേയൊക്കെ സാക്രിഫൈസസ് ഞാൻ ഉണ്ടാക്കും. ആയാലും കുഴപ്പമില്ല. ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഒന്ന് പിന്നോട്ട് വാങ്ങി കഴിഞ്ഞ സീസൺ വരെ പോയിക്കൊണ്ടിരുന്ന വീട്ടിൽ ട്രാവലിംഗ് ഒക്കെ ഒന്ന് കുറച്ച് വേണ്ടതായിട്ടാണെങ്കിൽ ഓക്കെ, പക്ഷെ പരമാവധി ഒഴിവാക്കി ഞാൻ ഇതിലൊന്ന് ഫോക്കസ് ചെയ്യും. ഇത്രയും മതി. അപ്പൊ ആ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ജയിക്കണം എന്ന തീരുമാനം ഉണ്ടെങ്കിൽ CIB നിങ്ങളെ തോൽപ്പിക്കില്ല എന്നാണ്, അല്ലെങ്കിൽ IIBF നിങ്ങളെ തോൽപ്പിക്കില്ല എന്ന് എൻ്റെ അഭിപ്രായം. സോ ഈ വർഷത്തെ ഈ CIB നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ ഒരു എന്തൂസിയാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടൈം പീരീഡിൽ ഏകദേശം നമുക്കൊരു 130 മണിക്കൂറിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ആ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുക. മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്ലാസ് ഓൺലൈനിൽ ഇരിക്കുമ്പം 2 ബെനിഫിറ്റാണ്. ഒരു ബെനിഫിറ്റ് നമുക്ക് ലൈവായിട്ട് അന്നേരം കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു ഒരു ലാഗും ഇല്ലാതെ കിട്ടുന്നു ഒന്ന്, വളരെ സീരിയസ് ആയിട്ട് കിട്ടുന്നു ഒന്ന്. 2, നമ്മളോട് തന്നെ ബോധ്യപ്പെടുത്തുന്നു, നീ ഒരു സ്റ്റുഡൻ്റ് ആണ്, നീ ഒരു റിയൽ ആസ്പിറൻ്റ് ആണ്, നീ ഇത്തവണ ജയിക്കേണ്ടത് തന്നെയാണ്, നിനക്ക് ജയത്തിൽ കുറവായിട്ട് ഒന്നും നിന്റെ മുമ്പിൽ ഇല്ല എന്നുള്ള ഒരു തീരുമാനം നമ്മളോട് തന്നെ ഉറപ്പിക്കുകയാണ്. അത്രയും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആദ്യത്തെ 10 ക്ലാസ് ഒന്നും മിസ്സാക്കരുത്. ഫസ്റ്റ് ടാർഗറ്റ്. അല്ലാതെ നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് കാണണ്ട 130 മണിക്കൂർ. ആദ്യത്തെ 10 ദിവസം ഞാൻ ക്ലാസ് മിസ്സാക്കില്ല, ഞാൻ കൃത്യമായി അറ്റൻഡ് ചെയ്യും. അടുത്ത 10 ദിവസം അവിടെ എത്തുമ്പോൾ വീണ്ടും നമുക്കൊരു 10 ദിവസം എടുക്കാം. നെക്സ്റ്റ് 10 ഡേയ്സ് ഞാൻ ഈ 10 ഡേയ്സും എങ്ങനെയെങ്കിലും ഞാൻ ഇത് അറ്റൻഡ് ചെയ്യും. മതി. 20 ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിൽ വന്നു. പിന്നെ നിങ്ങളെ തോൽക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായ പവർ മനസ്സിലായി. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ കഴിഞ്ഞ 20 ദിവസം മുമ്പ് 20 ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ നോളജ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവിടുന്ന് എന്ത് മാറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ അതിൻ്റെ പവർ തിരിച്ചറിഞ്ഞു. പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കില്ല. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ് ഇത് തന്നെ ആയിരിക്കണം. ഇന്നത്തെ ഈ ഓറിയന്റേഷൻ ക്ലാസ് എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. IBS സപ്പോർട്ടിംഗ് സിസ്റ്റത്തൊക്കെ പലരും പറഞ്ഞു, ഞാനൊന്ന് ഓവറോളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 സീസണിൽ ആയിരക്കണക്കിന് ബാങ്കേഴ്സിനെ പാസ്സാക്കി സപ്പോർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയാൻ കാരണം ഞങ്ങൾക്കിതിനെ ആ ഒരു ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ സഹകരണം വേണം. അതാണ് ഇവിടെ വേണ്ടത്. വിജയിക്കണം. യഥാർത്ഥ ബെനിഫിഷ്യറീസ് ആയ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഇച്ഛാശക്തി ഒരു 4 മാസമെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിർത്തും. യെസ്, മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇന്നത്തെ ഈ ക്ലാസ് IBS ജോയിൻ ചെയ്തവരും ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കെല്ലാം 2024 നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമായി മാറട്ടെ. CIB നമുക്ക് ഇത്തവണ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് അടുത്ത ഒരു 10 മിനിറ്റ് നമുക്ക് ചോദിക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മളൊക്കെ അറ്റൻഡ് ചെയ്തു, സംസാരിച്ചു. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങളും ഫാക്കൽറ്റിയും മാത്രമായിരിക്കും ഉണ്ടാവുക. അവിടെ ഞങ്ങൾ വന്നിട്ട് 10 മിനിറ്റ് 5 മിനിറ്റ്സ് മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. മറിച്ച് ഈ കേട്ട കാര്യങ്ങൾ വീണ്ടും ഒന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് എടുത്തു വെക്കാം. നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാം എന്ത് സ്ട്രാറ്റജിയാണ് ഞാൻ അവലംബിക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഒന്ന് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് എന്താ പറയുന്നത്, മുന്നോട്ട് എങ്ങനെ എന്നുള്ളതിനൊരു ഗൈഡൻസ് തന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഇതിൻ്റെ മെസ്സേജ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റും നമ്മൾ ഇന്നത്തെ ഇതിനെ പറ്റി ഇടാം. ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിനോടും കഴിഞ്ഞ തവണ പാസ്സായിട്ടുള്ള ഒരുപാട് CIBക്കാർ ധാരാളം അവർക്കെല്ലാം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം അനുമോദനം അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. യെസ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയ പോയിന്റുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
CIB എക്സാം രജിസ്റ്റർ ഡേറ്റ് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ. പിന്നെ 10 തൊട്ട് 16 വരെ ഫൈൻ 100 രൂപ, 16 തൊട്ട് 23-ാം തീയതി വരെ 200 രൂപ ഫൈൻ വരും. സെപ്റ്റംബർ 3 എന്ന് പറയുന്ന ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക അല്ലേ? എക്സാം 24th നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും. യെസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ കവർ ചെയ്യാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ? നിങ്ങളുടെ സജഷൻസ് എന്തോ ആകാം. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. യെസ് യെസ് സർ, നമുക്ക് ഇപ്പം സെലക്റ്റീവ് ആയിട്ട് പേപ്പേഴ്സ് ചൂസ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാലോ അല്ലെ? ഇത് ഒരു CIB എല്ലാ പേപ്പേഴ്സും നമ്മൾ എടുക്കണം എന്നില്ലല്ലോ? ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നത് ചിലർക്ക് ഓൾറെഡി ചില പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ചില പേപ്പേഴ്സ് അവർക്ക് ബാക്കിയുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എല്ലാ പേപ്പേഴ്സും എടുക്കണമെന്ന് നിർബന്ധിക്കാറില്ല. മാത്രമല്ല, ചിലവർ ചിന്തിക്കുന്ന ചില ടോപ്പിക്കുകൾ അവർക്ക് വളരെ ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അത് വേണ്ട എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനകത്ത് എടുക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ഈ സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ടഫ്നെസ് കുഴപ്പമില്ല, ഇത് എനിക്ക് പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ആ ക്ലാസ് ഒഴിവാക്കുകയാണെങ്കിൽ പലപ്പോഴും അത് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ മറിച്ച് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നതിനകത്തുള്ള ആ ഒരു ക്ലാസ് വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, അത് പ്രിപ്പയർ ചെയ്യുന്നു, മറ്റേത് ലാസ്റ്റ് പഠിക്കാമെന്ന് വയ്ക്കും, പിന്നെ നമുക്ക് സമയം കിട്ടിയെന്നും വരില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം പലതിനും വ്യക്തത കിട്ടും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ നോട്ട്സും നമ്മുടെ മോക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കാൻ തന്നെ അതുവഴി നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് നമുക്ക് പൂർണ്ണമായ ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് അങ്ങ് പോയി എഴുതിയാൽ മതി, കുഴപ്പമില്ല. നമുക്ക് അത്രമാത്രം അറിവുള്ള ഒരു ടോപ്പിക്കാണ് അത്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഓക്കെ. അല്ലാതെ ഒരു കുഴപ്പമില്ല, സാരമില്ല, അതെനിക്ക് പഠിക്കാം, ഞാനും കുഴപ്പമില്ല എന്നൊരു ഫീലിങ്ങിലാണെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ വെക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ക്ലാരിറ്റി കിട്ടും. നമുക്ക് പിന്നീട് നോട്ട്സ് വായിക്കാൻ ഒരു സ്പീഡ് കിട്ടും. നമ്മുടെ ഓർമ്മയിൽ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കുറച്ചും കൂടെ നമുക്ക് എന്താണ് പറയുന്നത്, ഓർമ്മയിൽ നിൽക്കും. അപ്പം എന്നിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. ഇൻഡിവിജ്വൽ ടോപ്പിക്സിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും IBSൽ. യെസ്, ഹലോ സാർ, കേൾക്കാമോ? ഹലോ കേൾക്കാം. സാറേ, എനിക്കാണെങ്കിൽ ABM BFM പിന്നെ 8 മാത്രമേ ബാക്കിയുള്ളൂ. ABM BFM ഇലക്റ്റീവ്. ഓക്കെ, ശരി. ഓക്കെ, ബാക്കി ABFM BRലും പാസ്സായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പിന്നെന്താ, നിങ്ങൾക്ക് ഏത് പേപ്പറിനും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇപ്പൊ 3 പേപ്പർ അല്ലേ ഉള്ളത്, അപ്പൊ 3 പേപ്പറിന് സെലക്ട് ചെയ്യാമല്ലോ. 3 പേപ്പറിന് ജോയിൻ ചെയ്താൽ മതി. കാരണം ഓൾറെഡി പാസ്സായിട്ടുള്ള 2 പേപ്പർ നിങ്ങൾ ആ സമയത്ത് നമുക്കിനി മുന്നോട്ട്, കാരണം നിങ്ങളുടെ മുമ്പിൽ വലിയ ടാർഗറ്റാണ് ഉള്ളത് കേട്ടോ. കാരണം 3 പേപ്പറിന് 50 വീതം വേണം. 3 പേപ്പർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 0-ൽ നിന്നും 45 മാർക്ക് വരെ നമ്മൾ എങ്ങനെ എത്തുന്നോ ഏതാണ്ട് അതേ ഡിസ്റ്റൻസ് 45-ന് 50-ലേക്ക് ഉണ്ട്. ഏതാണ്ട് പകുതി, അത്രയും 5 മാർക്കിന്റെ ഡിസ്റ്റൻസ് അല്ല. പിന്നെ ഓരോന്നിലും 50 വീതം കറക്റ്റ് ആയിട്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നല്ല എഫേർട്ട് വേണം. അതായത് നമുക്ക് അല്ലാതെ വരുമ്പോൾ മുമ്പ് ഇപ്പൊ മാഡം പറഞ്ഞത് നിങ്ങൾക്ക് നമ്മുടെ മല്ലിക മാഡം പറഞ്ഞത് എന്താണ്? മല്ലിക മാഡം ഒരു സബ്ജക്ട് 46 അടുത്തത് 49 പിന്നെ 62-ഉം 70-ൽ കൂടിയാണ് കവർ ചെയ്ത് വന്നത്. അപ്പൊ അവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് 2 പേപ്പറിനകത്ത് 50 താഴെ പോയിട്ട് നമ്മൾ അതിൽ നിന്ന് കയറിയത്. അന്ന് BFM 43 ആയതുകൊണ്ടാണ് എനിക്ക് പോയത്. ബാക്കിയെല്ലാം കിട്ടിയായിരുന്നു, ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പോസിറ്റീവ് സൈഡ് ഉള്ളത് BFM കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാ കേട്ടോ. BFM കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ABFM വെച്ചിട്ടുള്ളൂ. ABFM ആയിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് വേണ്ടത് ഇലക്റ്റീവ് ആയി അല്ലേ? ഇല്ല, എനിക്ക് ഇനിയിപ്പം വേണ്ടത് ABM BFM ഇലക്റ്റീവ് ആണ് വേണ്ടത്. അപ്പൊ പണ്ടത്തെ CIB-ലോട്ട് പോയി, പഴയത് പുതിയതായിട്ടുള്ള രണ്ടും കവർ ചെയ്തു.
ഓക്കെ, അതാണ് പുതിയ 2 സബ്ജക്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ. ഈ 2 സബ്ജക്ട് ഒന്ന് സൂത്ത് ചെയ്യാനോടെ കൊണ്ട് വെച്ചേക്കുന്നതാണ്. ഒന്ന് മാനേജ്മെന്റ് ടോപ്പിക്ക്, ആ ഒരു ജനറൽ ആയിട്ട് ബാങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതെ. വായിച്ച് കുറച്ച് മനസ്സിലാവും. പിന്നെ ഇലക്ടീവ് പേപ്പർ, അതൊരു പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല ആദ്യമേ തുടക്കത്തിൽ അതെന്ന് പറഞ്ഞു. അപ്പൊ ആ 2 പേപ്പർ റൂറലായിരുന്നു സാർ, റൂറലായിരുന്നു. അത് ആ ഒരു കിട്ടിപ്പോയായിരുന്നു. അടുത്ത് BFM ഒരു 2 വർഷം പോയോണ്ട് സേവ് പറ്റിപ്പോയി. അത് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ അവസരം ഒന്ന് കൂട്ടിയാൽ മതി. ആ, ഇപ്പം അതെ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 0-യിലായിരുന്നു നമ്മുടെ നീഡിൽ നിന്നത്, 0-യിൽ നിന്നതായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ 43 വരെ കൊണ്ടുവന്നത്. ഈ 43 നമ്മുടെ സ്വന്തമൊന്നും അല്ല, കറക്കി കുത്തിയതുകൊണ്ട്. എന്നാലും ഒരു 10-25 മാർക്കിന്റെ നമ്മൾ കഴിഞ്ഞ ഇതിൽ കൂടി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വരുമ്പോൾ ഇപ്പൊ 0-യിലല്ല തുടങ്ങാൻ പോകുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണം. അപ്പോൾ അവിടെ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം BFM-ന്റെ. ഇനി അതൊന്ന് ഉറപ്പിച്ചാൽ മതി, കുറച്ചുകൂടെ സ്ട്രോങ്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോ ഞാൻ മുമ്പേ പറഞ്ഞതിനെ ഒന്ന് മാറ്റി പറയാം. ആദ്യമേ ഞാൻ പറഞ്ഞതേ ഉള്ളത് അങ്ങനെ കാണാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് തന്നെ പഠിച്ചു പോയില്ലായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ്സിലൂടെ വരുമ്പോൾ തീർച്ചയായും തന്നെ പഠിച്ച് ഇത്രയും നല്ല 2 പേപ്പർ പാസ്സാവുകയും ഇത്രയും മാർക്ക് മേടിച്ചപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അതിനോട് ക്ലാസ്സിന് വരേണ്ടതായിരുന്നു. കാരണം കാര്യം അറിഞ്ഞ് പാസ്സാവാൻ പറ്റും ക്ലാസ്സിന് വരുമ്പോൾ. ചിലപ്പോൾ പറ്റാത്തപ്പോൾ കാര്യം അറിഞ്ഞ് ചിലപ്പോൾ പാസ്സായി എന്ന് വരില്ല, ഒരു പുക പോലെ അങ്ങ് പാസ്സായി ചിലപ്പോൾ പോകാറുണ്ട്. അത് പണ്ട് JIBക്ക് അങ്ങനെ ആയിരുന്നു. ഇപ്പം CIBക്ക് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഈ CIBയുടെ 2 ഏറ്റവും ലൈറ്റ് സബ്ജക്റ്റുകളാണ് ഇപ്പൊ പാസ്സായിരിക്കുന്നത്. അപ്പൊ അതും പൂർണ്ണമായ കാര്യം അറിഞ്ഞ് പാസ്സായെന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ABM-ഉം BF-ഉം നമ്മൾ അറിഞ്ഞ് പാസ്സാകുക തന്നെ വേണ്ടി വരും അതില്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം, ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് പറഞ്ഞാൽ 3 പേപ്പർ പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും അതൊരു ഇത് തന്നെയാണ്, പോസിറ്റീവാണ്. 2, കഴിഞ്ഞ തവണ തീർച്ചയായിട്ടും കുറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 3, നമ്മൾ കഴിഞ്ഞ തവണ കോച്ചിങ്ങിന് പോവാതാണ് ഇത്രയായത്. അപ്പൊ ഇത്തവണ കോച്ചിങ്ങിന് പോകുമ്പോൾ ഈ സംഗതികൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് ഇട്ട് കഴിഞ്ഞാൽ ഇത്തവണ ജയിക്കാം എന്നുള്ളത്. ഒരു 60 മാർക്ക് വീതം ഓരോ പേപ്പറിനെ വെച്ച് വാങ്ങിക്കാം എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേട്ടോ. 60 മാർക്ക് വെച്ച് വാങ്ങിക്കാം. അപ്പൊ അത് 2025-ലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. ഈ വർഷം നമ്മളൊപ്പം നിന്ന ഉറപ്പായിട്ട് നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ ഈ ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് മറ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ നമുക്ക് 3 പേപ്പറിൽ 50 ഞാൻ മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഒരു ഫാക്ടർ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡുകളാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മൾട്ടിപ്പിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വേണ്ടി വന്ന ഒരു ക്ലാസ് കഴിഞ്ഞു, അപ്പൊ നമുക്ക് സമയമുണ്ട്, മറ്റൊരു ബാച്ചിൽ ഇതിന്റെ ഒരു ക്ലാസ് നടക്കുന്നു, വീണ്ടും ഒന്നും കൂടി കേൾക്കണം. നമ്മൾ ഈ ഒരു ടൈം നമ്മൾ കുറച്ച് ഇതിന് തന്നെ മാറ്റി വെച്ചേക്ക്. അതോടുകൂടി നമ്മൾ ഈ വർഷം അവസാനിപ്പിക്കുന്നത് മതി. CIB ഞാൻ ഇത്തവണ ഇതോട് തീർക്കും എന്നുള്ളൊരു വാശിയായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല BFM സബ്ജക്റ്റ് ഒക്കെ നല്ല സബ്ജക്റ്റ് അല്ലേ, ഏറ്റവും ടോപ്പ് ക്ലാസ് സബ്ജക്റ്റ് ആണ്. നമുക്ക് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. യെസ്, നമുക്കൊരു 10 മിനിറ്റ് കൂടെ. 9:50 നമുക്ക് സാധാരണ നമ്മുടെ ക്ലാസ് 9:30 9:35 കഴിയും. 9:40 വരെ മാക്സിമം. ഇന്നിപ്പോൾ 9:50 ആയി. എന്തെങ്കിലും ഇനിയുള്ള ടോപ്പിക്സ്, നമ്മുടെ ഈ ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആരും മെൻഷൻ ചെയ്തിട്ടില്ല. ഇന്നത്തെ ഈ ഇങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക, ഓറിയന്റേഷൻ ക്ലാസ് ഒരാവശ്യമായിട്ടുള്ളതായിരുന്നോ, അതോ സ്ട്രെയിറ്റ് അവേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങിയാൽ മതിയായിരുന്നോ? ഇതിൽ നിന്ന് നമുക്കൊരു ഗൈഡൻസ് അതോ മോട്ടിവേഷൻ ഉണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ ഡൗട്ട്സ് ഒന്നും ആരും ചോദിക്കുന്നത്, എല്ലാവരും CIB ആയതുകൊണ്ടായിരിക്കാം ഡൗട്ട്സ് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാതെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഇന്നത്തെ നമ്മുടെ മാഡം വന്ന ക്ലാസ് സംസാരിച്ചത് എല്ലാവർക്കും ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായിരുന്നത് എൻ്റെ വിശ്വാസം. കാരണം അത്ര ഇൻസ്പയറിംഗ് ആയിരുന്നു മാഡത്തിന്റെ. 27 വർഷം കഴിഞ്ഞ് CIB-യിലോട്ട് വരുന്നു, 1 ടൈമിൽ സിംഗിൾ അറ്റംപ്റ്റിൽ പാസ്സാവുന്നു എന്ന് പറയുന്നത് തന്നെ അത് മതി. ആ 3 മിനിറ്റ്സ് മതി നമുക്ക് CIB പാസ്സാവാൻ. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. സർ, ഇപ്പൊ CIB-ക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതിന് ഓപ്ഷൻസ് ഇല്ല, അങ്ങനെയാണോ? പുതിയ സിലബസിൽ എഴുതിയിട്ടില്ല. ഓക്കെ, മാഡം ചോദിച്ചു കഴിഞ്ഞോ? CIB ഞാൻ മനസ്സിലാക്കുന്ന CIB ക്വസ്റ്റ്യനിൽ നമുക്ക് ന്യൂമറിക്കൽസിന് ആൻസർ ഇല്ല എന്ന്. അങ്ങനെയല്ല, ചില ക്വസ്റ്റ്യനുകൾക്ക് അങ്ങനെ ആൻസർ ഇല്ല എന്നാണ്. എല്ലാം അങ്ങനെയല്ല. ചില ക്വസ്റ്റ്യനുകൾ നമ്മൾ കീൻ ചെയ്യണം. ചിലത് കൂടുതലും MCQ തന്നെയാണ്, നോർമൽ ആയിട്ടുള്ള MCQ തന്നെയാണ്. ചില ക്വസ്റ്റ്യനുകളുടെ നേരത്തെ അത് BFM-ൽ മാത്രമാണ് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
പിന്നീട് അത് മറ്റ് സബ്ജക്റ്റുകളിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ചെറിയ പോർഷൻ, മേ ബി ഒരു 15% വരെ നമുക്ക് ആൻസേഴ്സ് നമ്മളായിട്ട് കണ്ടെത്തി നമ്മൾ കീ ഇൻ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ സർ. എല്ലാ പേപ്പറുകളിലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം അങ്ങനെയാണ് അവരിപ്പോഴത്തെ ഒരു ഇത്. യെസ്, നമ്മുടെ ക്ലാസ്സസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഒരു ഫ്രീ ആണ്. 1 വീക്ക്, ഓൾമോസ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് ഈ 1 വീക്ക് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. വൈകുന്നേരങ്ങളിൽ നമ്മൾ കമ്മിറ്റഡ് ആണ്. വൈകുന്നേരങ്ങളിൽ നമ്മൾ IBS-നോടൊപ്പം ഉണ്ടാവണം. അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാനിങ് നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്തോണം. ഈ ഒരാഴ്ച ചെയ്തോണം. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിനെ സമീപിക്കുന്നതെന്ന് ഉള്ളൊരു പ്ലാനിങ് ഒക്കെയാണ്. വീട്ടുകാരോടൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് വെച്ചേക്കണം. അടുത്തൊരു 4 മാസം ഞാൻ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവണം എന്ന് പറയണം കേട്ടോ. ഓക്കെ, ശരി ഗണേഷ് സാർ, നമുക്ക് ക്ലാസ് ഇന്നത്തെ ഹരി നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, യെസ്. മറ്റേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട് പ്ലീസ്. സാറേ. സിലബസ് മാറുന്നതിന് മുന്നേ ആയിരുന്നു എക്സാം എഴുതിയിരുന്നത്. ഓക്കെ, അപ്പൊ അത് അന്ന് കിട്ടിയ പേപ്പർ വീണ്ടും എഴുതേണ്ടി വരുമോ? അത് സിലബസ് മാറിയത് 2023 മെയ്യിലാണ് ആദ്യമായിട്ട്. അപ്പൊ മെയ്, നവംബർ, ഇപ്പൊ ഇത് 4ാമത്തെ അറ്റംപ്റ്റ് ആണ് ഇത്. ഓക്കെ, മൊത്തത്തില് 5 അറ്റംപ്റ്റാ ഉള്ളത്. അപ്പൊ സിലബസ് മാഡത്തിന് അത് അപ്പൊ എക്സോസ്റ്റ് ആയോ എന്നുള്ളത് നോക്കിയോ? ഇല്ല. 5 അറ്റംപ്റ്റ് 3 വർഷമാണ് കിട്ടുന്നത്. അപ്പൊ 4 അറ്റംപ്റ്റ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് 2022 നവംബറിലാണോ ആദ്യം എഴുതിയത്? അതെ, അന്ന് എഴുതിയിട്ട് പിന്നെ എഴുതിയിട്ടില്ല. ഏതെങ്കിലും പേപ്പർ കിട്ടിയോ? അന്ന് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏത് പേപ്പറാണ്? ABM കിട്ടി. BFM ആയിരുന്നു പോയിരുന്നത്. ABM കിട്ടിയെങ്കിൽ ഇപ്പൊ തവണ ക്യാരി ഫോർവേഡ് ചെയ്യാം. ABM ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 വർഷത്തെ ഒരു ടൈം ലൈൻ ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. 3 വർഷവും 5 അറ്റംപ്റ്റും ആണ്. ഇപ്പൊ ഇതിനകത്ത് വരുമ്പോ നമുക്ക് ഇപ്പൊ ലൈവ് 2022 നവംബറിലേക്കാണ് എക്സാം എഴുതിയതെങ്കിൽ 1, 2, 3, 4, 5 അഞ്ചാമത്തെ അറ്റംപ്റ്റ് ആയിട്ട് വന്ന് ഇപ്പൊ അടുത്ത തവണ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് നമുക്കാകെ 2 അറ്റംപ്റ്റേ കിട്ടുള്ളൂ മാക്സിമം. അത് ഈ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 50 മാർക്കും മറ്റുള്ളതിനെല്ലാം 50 മേടിക്കേണ്ടി വരും. അപ്പൊ ഒരു ഫ്രഷ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്നേ തുടങ്ങാൻ പറ്റുന്നത്. അപ്പൊ അതായിരിക്കും നല്ലത്. ഹരി, എന്തെങ്കിലും പുതിയ ഇത് വന്നിട്ടുണ്ടോ ഇതല്ലാതെ? ഇല്ല സാറേ, സെയിം തന്നെയാണ് സാർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അല്ല, ഇപ്പം ABM ഓൾറെഡി ക്ലിയർഡ് ആണെങ്കിൽ അവൈൽ ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ABM പേപ്പർ എഴുതിയാൽ ബാക്കി 4 പേപ്പർ എഴുതണം. പക്ഷേ 4 പേപ്പർ എഴുതുമ്പോഴും ഇൻഡിവിജ്വലി 50 മാർക്ക് കിട്ടണം. ഫീസിന്റെ റിപ്പീറ്റർ എന്ന രീതിയിൽ കുറവുണ്ടോ? അവൈൽ ക്രെഡിറ്റ് എടുക്കുമ്പോൾ നോർമൽ ഫീസ് മാത്രമേ ഉള്ളൂ. അവൈൽ ചെയ്യുമ്പോൾ റിപ്പീറ്റർ എന്നുള്ള രീതിയിലുള്ള ഫീസ് വരും. ആ ഫീസ് ഒരു വ്യത്യാസം 2,500 രൂപ വ്യത്യാസം വരും. പക്ഷെ നമ്മള് ബാക്കിയുള്ള 4 പേപ്പറിനും 50 വീതം മേടിക്കണം. വലിയ റിസ്ക് ആണ്. 2,500 ആയിട്ട് ഒരിക്കലും നമുക്ക് വേ ചെയ്യാൻ പറ്റത്തില്ലത്. അപ്പൊ അതുകൊണ്ട് മേഡം അവൈൽ ക്രെഡിറ്റ് എടുക്കണ്ട. ഒന്നേ തുടങ്ങി അങ്ങ് അവസാനിപ്പിക്കണം, അത്രേ ഉള്ളൂ. അതാ നല്ലത്. എല്ലാ പേപ്പറും തുടങ്ങുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, യെസ്. ഇതുപോലുള്ള ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട് ആയിരുന്നു. അപ്പൊ അതേപോലെ ആർക്കെങ്കിലും എന്ന് വെച്ചാൽ ഇത് നമുക്ക് വ്യത്യസ്തമായ ഡൗട്ട് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് വരുന്നതായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയണം CIB നിങ്ങളോടൊപ്പം ചെയ്തോളാൻ പറയണം. കാരണം അതുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മൾ കോണ്ടാക്റ്റിലുള്ള ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്കും കൂടെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി വരട്ടെ. അപ്പൊ മറിച്ച് അവര് ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഒരു വീക്കെൻഡ് ആകുമ്പോൾ എവിടെയും ടൂർ പോകുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് പോകും. അപ്പൊ അവരെയും കൂടെ പണ്ട് ആരോ പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് പിടിച്ചിടുക, അവരും കൂടെ ബുദ്ധിമുട്ടട്ടെ. ഓക്കെ, ഏതായാലും അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഒക്കെ ഒന്ന് പറയുക, നമ്മൾ ഇത്തവണ CIB എഴുതുന്നുണ്ട്, നിങ്ങൾ എഴുതുന്നുണ്ടോ, നമുക്ക് ഒന്നിച്ച് എഴുതാം കാര്യം എന്ന് പ്രിപ്പയർ ചെയ്യാം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുമ്പോഴും വേണ്ടി വന്ന ഗ്രൂപ്പ് സ്റ്റഡിക്കുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഒക്കെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, യെസ്. നമ്മൾ ഒത്തിരി സമയം എടുത്തു കഴിഞ്ഞു, 10 മണിയായി.
അപ്പോൾ നമുക്ക് വീണ്ടും 7-ാം തീയതി ഇതിന് മോർണിംഗ് ഈവനിങ് ബാച്ചിൽ താല്പര്യമുള്ളവരെ ആ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ടാവും ഇതിന്റെ കോർഡിനേറ്റേഴ്സ്. അപ്പോൾ അവർ നിങ്ങളനുസരിച്ച് നിങ്ങളുടെ ഇതൊരു ടൈം കൊടുത്താൽ മതി. മോർണിംഗ് ബാച്ച് ആകുമ്പോൾ രാവിലെയാണ്, കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. ടയർഡ് അല്ല, ഫ്രഷ് ആണ്. രാവിലെ ഒരു മെസ്സേജോ മൊബൈലിൽ ഒരു കോൾ വന്നിട്ടോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. രാവിലെ ഒരു ഗസ്റ്റ് വന്ന് നമ്മുടെ വീട്ടിൽ വന്നിരിക്കില്ല. രാവിലെ ഒരു സോഷ്യൽ ഫംഗ്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് കുറച്ച് നമ്മൾ ടയർഡ് ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ രാവിലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ അഗെയിൻ സബ്ജക്റ്റോടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. ഇനി രാവിലെ വന്ന് പെർമനന്റ് ആയിട്ട് വരുന്ന ഒരാൾ അഡീഷണൽ ആയിട്ട് ആഫ്റ്റർനൂൺ ഈവനിങ് കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ശരി. ധാരാളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലാസ്സുകളിലേക്ക് 7-ാം തീയതി ഡയറക്റ്റ് ക്ലാസ്സുകളിലേക്ക് പോകാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.